പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ്റെ ഓർമ്മകളെന്ന് ഫാദേഴ്സ് ഡേ ആയിരുന്നു. അച്ഛൻ്റെ ഓർമ്മകൾ ഉള്ള വീഡിയോ ആണ് ഇട്ടത്. അത് എല്ലാവർക്കും അവർ പഴയ ഓർമ്മകളിലേക്ക് പോയി. എല്ലാവരും അവരുടെ സ്വന്തം അച്ഛനെ ഓർത്തു, അമ്മായി അച്ഛനെ ഓർത്തു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എല്ലാവരും എഴുതിയേക്കണത്. അപ്പോൾ അതിലത്തെ കമൻസാണ് കേട്ടോ. നമ്മൾ അന്ന് ഞായറാഴ്ച അതാട്ടെ, തിങ്കളാഴ്ച ആയിരുന്നു കമൻറ്റ് റീഡിങ് ഇട്ടതേ. മോളി ആൻഡോ, അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അവസാനമായി കാണാൻ സരിതയെ വിളിച്ചു വരുത്തിയല്ലോ. എന്തുമാത്രം ആ അച്ഛൻ സരിതയെ സ്നേഹിച്ചു എന്നതിന് വേറെ തെളിവ് വേണ്ട മോളെ. സരിത അച്ഛന് കൊടുത്ത സ്നേഹവും യഥാർത്ഥമായിരുന്നു. എന്നും അച്ഛൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും. സന്തോഷം. അതാണ്, അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയതാണ് എനിക്ക് അതിലത്തെ ഏറ്റവും അത്ഭുതമുള്ള കാര്യം. അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ല. അപ്പോൾ അവരുടെ ആണെങ്കിൽ വീട് പണി കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അവർ ചിലപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വന്ന് വിളിക്കുമ്പോൾ അച്ഛന് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് വിഷമാവും. പക്ഷെ പോകാൻ അച്ഛന് ഇഷ്ടമില്ല. വന്നങ്ങോട്ട് പോവില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ അച്ഛൻ ശരിക്കും ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു തോന്നുന്നുണ്ട്. എനിക്കറിയില്ല അത്. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം പോലെ അച്ഛൻ ഇവിടെ വെച്ചിട്ട് തന്നെ മരിച്ചു. ഇവിടെ നിന്ന് പോയില്ല. അച്ഛൻ ഇവിടെ നിന്ന് പോയില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, ജനനത്തിനേക്കാളും മരണത്തിനേക്കാളും വലിയൊരു സത്യമില്ല എന്നല്ല പറയാം. അത് രണ്ടും നമ്മുടെ കയ്യിലല്ല. അത് ഈശ്വരനാണ് നിശ്ചയിക്കുക ആ സമയം. അപ്പോൾ ആ അച്ഛൻ മരിച്ചത് അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും ആ സമയത്തേക്ക് എന്നെ വിളിക്കുകയും ചെയ്തു. എനിക്ക് ചില സമയത്ത് കുറ്റബോധം തോന്നും. എനിക്കായിട്ട് വരാൻ തോന്നിയില്ലല്ലോ. അച്ഛൻ വിളിച്ചിട്ടല്ല ഞാൻ വന്നേ. വിളിച്ചില്ലേ ഞാൻ ഞായറാഴ്ചയല്ലേ വരുള്ളൂ. അപ്പം എനിക്ക് അച്ഛനെ അവസാനമായിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ അച്ഛനെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ അച്ഛൻ എന്നെയായിരുന്നു സ്നേഹിച്ചത്. അതുകൊണ്ടല്ല അച്ഛൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നെ അച്ഛൻ വിളിക്കുക ചെയ്തത്. അപ്പം എനിക്ക് ചില സമയത്ത് എന്നോട് തന്നെ ഒരു ഇത് തോന്നും, ഒരു കുറ്റബോധം തോന്നും. അച്ഛന് അങ്ങനെ തോന്നി, എനിക്കായിട്ട് വരാൻ തോന്നിയില്ലല്ലോ എന്ന്. നീ അതെനിക്ക് വയ്യായിരുന്നു, ജഗ്ഗുവിനും വയ്യായിരുന്നു. അത് അപ്പം അവനും നോക്കണം, എൻ്റെയും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ കൂടിയാകുമ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. അന്നമ്മ ഫിലിപ്പ്, ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളാണ്. ഇന്ന് അച്ഛൻ്റെ ഓർമ്മകൾ പങ്കുവച്ചത് കണ്ടു. ഹൃദയത്തിൽ തട്ടുന്ന ഓർമ്മകൾ. ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത സ്നേഹാദരവുകൾ ഒരു മാതൃകയാണ്. ബ്ലെസ്സിങ്സ് ജീവിതം മുഴുവൻ ഉണ്ടാകും. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലെസ്സിങ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അത് കുറേ കാശുണ്ടാവലല്ലോ വലുത്. മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടും കൂടിയുള്ള ഒരു ജീവിതമാണ് നമുക്ക് വലുത്. ഇപ്പം എൻ്റെ പണ്ടത്തെ വീഡിയോകൾ കാണുമ്പോഴേ, നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തെ വീഡിയോകൾ കാണുമ്പോൾ, എന്നെ കാണുമ്പോൾ ഭയങ്കര മാറ്റം എല്ലാവരും പറയാറുണ്ട്. ഒരു ടെൻഷൻ പിടിച്ച പോലെ എൻ്റെ മുഖം എപ്പോഴും ഒരു ദയനീയതയാണ്, ഒരു ദൈന്യത നിറഞ്ഞ ഒരു സഹതാപം നിറഞ്ഞ. കാരണം നമുക്ക് മനസ്സിലൊരു ടെൻഷനും അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അതിൽ നിന്നും പതുക്കെ നമ്മൾ റിക്കവറായിട്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം വരാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. അല്ലാണ്ട് ഞാൻ മറ്റേ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ എടുത്തിട്ടോ മുഖത്ത് വേറെ സർജറി ചെയ്തിട്ടൊന്നുമില്ല, കോസ്മെറ്റിക് സർജറി ചെയ്തിട്ടൊന്നല്ല എൻ്റെ മുഖം ഇങ്ങനെയായിട്ട്. പിന്നെ വീണ്ടും മുഖം മാറി തുടങ്ങി. കാരണം നമ്മൾ പ്രായമാണ്, പ്രായത്തിൻ്റെതായ മാറ്റം പ്രായത്തിന് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പം അതിനനുസരിച്ചിട്ട് ഇനി പ്രായമായിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും പ്രത്യേകിച്ച് വീട് പണി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട് എനിക്ക് കൂടുതൽ മാറ്റം തോന്നിയിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം, കാരണം അതൊരു വലിയൊരു ഇതായിരുന്നു. വീട് എന്ന് ചെയ്യാൻ പറ്റാനാ ഈ ചതിൽ പിടിച്ച ഇതൊക്കെ കളഞ്ഞിട്ട് എന്ന് വീട് വൃത്തിയാവും ഈശ്വരാന്ന്. പക്ഷെ നമ്മൾ ചിന്തിച്ചതിനേക്കാൾ എത്രയോ ഭംഗിയായി നമ്മുടെ വീട്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയ്ക്ക് ഭംഗിയാവും, ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഇങ്ങനെ ഭംഗിയാവുമെന്ന്. കട്ടള പിടിച്ച ജനലും വാതിലും മാറ്റണം, പെയിൻ്റ് അടിക്കണം, ഇത്രയും ഉണ്ടായിരുന്നുള്ള ആഗ്രഹം. പക്ഷെ അതിൻ്റെ എത്രയോ അപ്പുറത്തെ ദൈവം തന്നു. അപ്പം അങ്ങനെ കുറേ അതൊക്കെ അച്ഛൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഒരു നല്ല ഹൃദയം ഉള്ളവർക്ക് ഇത് പറ്റൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. വൈജയന്തി മനോഹരൻ, അച്ഛൻ അല്ലൻ ചേട്ടനെ പോലുണ്ട്. അത് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. കറക്റ്റാണ്. ശരിക്ക് അച്ഛൻ്റെ ചായ ഇവിടെ അല്ലൻ ചേട്ടൻ മാത്രമുള്ളൂ. അതേപോലെ തന്നെ അച്ഛൻ്റെ ശബ്ദവും ആ സൗണ്ടും അതേപോലെ കിട്ടിയിട്ടുള്ളത് അല്ലൻ ചേട്ടനാണ്. കുറേ സ്വഭാവമുണ്ട്. ആ സ്നേഹിക്കാൻ അറിയണ ഒരു സ്വഭാവമില്ല. അതിങ്ങനെ ആൾക്കാരെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി സ്നേഹം അഭിനയിക്കുക അങ്ങനത്തെ ഒന്നും അച്ഛനതൊന്നും അറിയില്ല. അച്ഛൻ കറക്റ്റ് നേരെ വാ നേരെ പോ. അച്ഛനിങ്ങനെ സ്നേഹം അഭിനയിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അല്ലൻ ചേട്ടനും അങ്ങനെ തന്നെ. മീന സതീഷ്, സരിതയെ പോലെ ഒരു മരുമകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അങ്ങനെയൊന്നുമില്ല.
ഇവിടെ എല്ലാ മരുമക്കളും നല്ലത് തന്നെയാണ്, ആരും മോശക്കാരില്ല. എല്ലാവരും ഞാനിപ്പോൾ ആ ഒരു വീഡിയോയിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് എനിക്കത് ക്രെഡിറ്റ്, അങ്ങനത്തെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, എനിക്ക് വലിയ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല മരുമകൾ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട വീഡിയോ ആണെന്ന്. ഒരിക്കലുമല്ല. അങ്ങനെ ക്രെഡിറ്റ് കിട്ടണമായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ആദ്യം തന്നെ പറഞ്ഞേനെ. നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു, ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പണ്ടേ നമ്മളുടെ പ്രായ വ്യത്യാസത്തിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് അതൊക്കെ 1 മില്യൺ പേര് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മളുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, കാരണം യൂട്യൂബ് ചാനലുകൾ അന്ന് അധികം ഇല്ല. അപ്പം അന്നൊക്കെ ഈ കഥ ഇട്ടിരുന്നെങ്കിൽ അന്ന് ചിലപ്പോൾ 1 മില്യൺ 2 മില്യൺ പേരിലേക്ക് എത്തിയേനെ എൻ്റെ ഈ വലിയ ഈ കഥ. അപ്പോൾ കൂടുതൽ പേരും കാണും. അപ്പോൾ ക്രെഡിറ്റ് കിട്ടാനൊക്കെയാണെങ്കിൽ എനിക്ക് അന്നേടെ, എനിക്ക് പിന്നെ ഇങ്ങനെ ഞാനാണ് വലിയ ഏറ്റവും സ്നേഹമുള്ളതെന്ന് വരുത്തി തീർക്കാനോ, ഞാനേ നോക്കിയിട്ടുള്ളൂ, ഞാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നുള്ള പോലെ പറഞ്ഞ് കുറേ ഇരുന്ന് പറയാൻ എനിക്ക് അത് താല്പര്യമില്ല, ഇഷ്ടമില്ല. ഇത് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഇതൊരു പ്രത്യേക സാധാരണ പോലെ അച്ഛനെ ഒരു 9 മാസം ഇവിടെ വന്ന് നിന്നു എന്നിട്ട് തിരിച്ചു പോയി അങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് പറയാൻ അധികം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സമയത്ത് നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതും അധികം ആർക്കും അനുഭവം ഇല്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിലത്തെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് കൂടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ, അതല്ലാണ്ട് ക്രെഡിറ്റ് എടുക്കാനും അങ്ങനെയൊന്നല്ല. പിന്നെ അച്ഛനിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകൾ ഇപ്പം ഞാനാണെന്ന് അവകാശവാദം ഉന്നയിക്കാനും ഞാനില്ല. കാരണം അച്ഛൻ ഒരിക്കലും എന്നെ ഒരു മരുമകളായിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. അച്ഛൻ മോളെന്നോ മരുമകളോ ഒന്നല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അച്ഛൻ്റെ ലവ് സ്റ്റോറിയൊക്കെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് മുന്നത്തെ ലവ് സ്റ്റോറി, എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു നഷ്ടപ്രണയത്തിൻ്റെ കഥയൊക്കെ, ജാതകം ചേരാത്തത് കൊണ്ട് മാത്രം കല്യാണം കഴിക്കാൻ പറ്റാണ്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ അച്ഛന് അപ്പോഴും ഓർമ്മയുണ്ട്. 82 വയസ്സിൽ അച്ഛൻ മരിക്കണേ, അപ്പോഴും അച്ഛൻ അതൊക്കെ ഓർമ്മയുണ്ടേ. അതൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ പറയുമ്പോൾ. അപ്പോൾ 1-ാം സ്ഥാനമൊക്കെ ആര് വേണമെങ്കിൽ വേറെ എടുത്തോട്ടെ. അപ്പം ഒരിക്കലും ക്രെഡിറ്റ് കിട്ടാനോ അങ്ങനെയാണെങ്കിൽ ഞാനത് എപ്പോഴും ഇരുന്ന് പറയും, കുറേ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പറയും. പണ്ടേ പറഞ്ഞേനെ, അത് 8 കൊല്ലമായില്ല, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും. വത്സമ്മ മാത്യു, ഇത് കേട്ടപ്പോൾ സരിതയെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നിയടാ. വായോ വാ, കെട്ടിപ്പിടിക്കോ, ഉമ്മ തരൂ, ഞാൻ റെഡി. അടുത്തത് സതി KP, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ സാധാരണ എപ്പോഴും ചിരിക്കാറാണ് പതിവ്, പക്ഷേ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കരഞ്ഞുപോയി. ലക്ഷ്മിക്കുട്ടി നായർ, അച്ഛൻ എന്ന സത്യം അതിനെ വർണ്ണിക്കാൻ പറ്റില്ല, സ്നേഹം മാത്രം, കണ്ണ് നിറഞ്ഞു പോയി മക്കളെ. രാസി ലുലു, എൻ്റെ വാപ്പച്ചിയും നല്ല ഒരു അച്ഛൻ തന്നെ. ഞങ്ങൾ 13 മക്കൾ, 3 പേർ മരണപ്പെട്ടു. വാപ്പിയും ഉമ്മിയും 3 മക്കളും മരണപ്പെട്ടു. ഞാൻ ജീവിക്കാൻ പഠിച്ചത് എൻ്റെ വാപ്പയെ കണ്ടാണ്. ഞാൻ എന്നും എൻ്റെ മാതാപിതാക്കൾ ഓർക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഷർമിള റെജി, അച്ഛൻ്റെ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു പോയി. കറയില്ലാത്ത അച്ഛൻ മകൾ ബന്ധം തീർച്ചയായും ആ അനുഗ്രഹമാണ് ഇന്ന് ഈ കാണുന്നതൊക്കെ. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് അനുഗ്രഹ വർഷങ്ങളുടെ കാലം. പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ നോക്കാതെ മരിച്ചു കഴിഞ്ഞ് എന്തൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യം. നന്മകൾ നേരുന്നു, മറ്റെന്ത് പറയാനാ. വെരി ഹാർട്ട് ടച്ചിങ് എക്സ്പീരിയൻസ്. ചില വീടുകളിൽ, നമ്മൾ മരിച്ച വീടുകളിൽ പോകുമ്പോഴേ പ്രായമായ ചിലപ്പോൾ കുറേ നാളെ കെടുപ്പിലായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ മരിച്ച വീടൊക്കെ ആവും. അപ്പോൾ അവരെ മരിച്ചത് ഭാഗ്യം എന്നാവും നമ്മൾ വിചാരിക്കും, കാരണം അവർ അതേപോലെ നരകിച്ചിട്ട് അവർക്ക് എടുക്കുന്നുണ്ടാവുക ജീവനോടെ. അപ്പോൾ നമുക്ക് കാണാൻ വരുന്നവർക്ക് തന്നെ തോന്നും, ദൈവമേ ഈശ്വര അവരെ വിളിക്കണേന്ന് തോന്നും നമുക്ക്, അതേപോലെ അവർക്ക് എടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ മരിച്ചു കഴിയുമ്പോൾ അവരെ നോക്കിയ മക്കളുണ്ടാവും, ശരിക്കും അവരെ കാര്യങ്ങളൊക്കെ നോക്കിയ മക്കൾ ഒന്നും പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാണ്ട് അവരിങ്ങനെ മാറിയിരിക്കുന്നുണ്ടാവും. നോക്കാത്തവരുടെ പ്രകടനമാണ് കാണണ്ടേ. ഒരു ഭയങ്കര നെഞ്ഞത്തടി നെലോളിയും, അച്ഛ എന്നെ കൂടെ കൊണ്ടുപോവച്ച, എന്നെ മറ്റേ സിനിമയിൽ അറിയില്ലേ, എന്നെ കൂടെ കൊണ്ടുപോവ ചേട്ടായി പ്രകടനം കാണാം. ഒരു പട്ടി ഷോ ആയിരിക്കും അവിടെ കാണിക്കണ്ടാവുക. അപ്പൊ ഇത് കാണുന്ന അയൽക്കാരൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് മാറി ചിരിക്കുന്നുണ്ടാവും, ഓ എന്താ പ്രകടനം, ഇതങ്ങടെ അവര് ജീവിച്ചിരിക്കുമ്പോൾ ഇത് നോക്കിയെങ്കിൽ എത്ര കാര്യമുണ്ട്. കാരണം എല്ലാവർക്കും ഇത് അറിയാം ഇവർ ഇത്രയ്ക്കാൻ നോക്കിയിട്ടുള്ളൂ എന്ന്. പിന്നെ അത് മാത്രമല്ല, ഭാഗ്യം, ആള് മരിച്ചത് ഭാഗ്യം. നമുക്ക് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ ദൈവമേ അവരെ ആത്മാവിനെ വിളിക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ അവർ നരകിച്ചിട്ടാവും അവർ മരിച്ചിട്ടുണ്ടാവുക. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചിലവരങ്ങനെയെന്നാ, അവർക്ക് പേരെടുത്താൽ മതി. നോക്കാണ്ടിരിക്കുമോ എന്നുള്ളതല്ല വിഷയം. നോക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടാനൊന്നും പറ്റില്ല, പക്ഷെ പേര് വേണം. ഞങ്ങൾക്കാണ് ഏറ്റവും സ്നേഹം അച്ഛനോട് അമ്മോടൊന്ന് പേര് കിട്ടണം. അതിന് വേണ്ടി അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാരങ്ങോട്ട് കാണാൻ വരുമ്പോ കാണിക്കണത് എന്നിട്ട് ആൾക്കാർ കാണുന്നവരോ മാറി നിന്ന് ചിരിക്കുകയായിരിക്കും. അടുത്തത് ലക്ഷ്മി രാജേഷ്, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 15 കൊല്ലമായി. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ട് തിരിച്ചും സ്നേഹമില്ല.
ഞാൻ കരുതി അമ്മയാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം എല്ലാം അഭിനയം മാത്രം. ഞാൻ കണ്ട ഏറ്റവും നല്ല അച്ഛൻ എൻ്റെ മക്കളുടെ അച്ഛൻ. കണ്ട, ഇതുപോലെ അനുഭവമുള്ളവരും ഉണ്ട്. സ്വന്തം അച്ഛനിൽ നിന്നൊരു തരി പോലും സ്നേഹം കിട്ടാണ്ട് ഉള്ളവരും ഉണ്ട്. കുടുംബം നോക്കാത്ത അച്ഛന്മാരൊക്കെ ഉണ്ട്. ചിലവരുടെയൊക്കെ കാര്യം കേൾക്കുമ്പോഴേ നമുക്ക് ഇത് സ്വന്തം അച്ഛൻ തന്നെയാണോ എന്ന് തോന്നും. ചിലവരുടെയൊക്കെ അത് എനിക്കത് ആരാണെന്ന് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സുഷമ NP: സരിതക്കുട്ടി, നീ നല്ല ഗുരുത്വമുള്ള കുട്ടിയാണ്. എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും കിട്ടാൻ ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ഇത്രയും സ്നേഹമുള്ള അച്ഛനെ കിട്ടാൻ സുഹൃതം ചെയ്ത കുട്ടി. എനിക്ക് കേട്ടിട്ട് കരച്ചിൽ വന്നുപോയി. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ജെന്യൂയിനായിട്ടുള്ള റിയൽ ആയിട്ടുള്ള സ്നേഹമാണെങ്കിൽ നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്നേഹിച്ചു. അല്ലാണ്ട് ഒരാളെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി സ്നേഹിക്കുക, അത് കഴിയുമ്പോൾ പിന്നെ അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, പിന്നെ അവരെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വരുമ്പോൾ പിന്നെ സ്നേഹം അഭിനയിച്ചതല്ല, ഇങ്ങനെയുള്ള അത് എനിക്കറിയില്ല. ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ജെന്യൂനായിട്ടുള്ള സ്നേഹമായിരിക്കും. സ്നേഹലത നായർ: സരിത, യു ആർ ലക്കി. യു ഗോട്ട് എ ഗുഡ് mother in law and husband who recognize your efforts and praise you. All are not so lucky. God's grace with you and your parents' goodness has blessed you with all this. I too took care of both my parents for 7 to 9 years. I resigned my bank job to be with them in their house. കണ്ട, അങ്ങനെയുള്ള എത്രയോ പേരുണ്ടെന്ന് അറിയൂ. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വെറും 9 മാസം നോക്കിയിട്ടുള്ള അച്ഛനെ. 9 മാസം. ഇത് 7 മുതൽ 9 വർഷം വരെ സ്വന്തം ജോലി വരെ റിസൈൻ ചെയ്തിട്ടാണ് ഈ ചേച്ചി നോക്കിയിട്ടുള്ളത്. Now I too have no regrets. These are duties of children. അതെ, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെറുതെ അയ്യോ അവരെ ഇത്തിരി കൂടി നന്നായി നോക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഒരു സ്നേഹം കൊടുക്കുക. Sadly, we are in Chennai and my in-laws were in Alua. So I could be with them only in their last days. അടുത്ത് രശ്മി ഷൈജിത്ത്: എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയിട്ട് 14 വർഷമായി. ഞാൻ ഇന്നും പറയും എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ ഇപ്പോഴും അനാഥയാണെന്ന്. അച്ഛൻ്റെ ആ വിടവ് ഒന്നുകൊണ്ടും നികത്താനോ പകരം വയ്ക്കാനോ കഴിയില്ല. ഇപ്പോഴും അച്ഛൻ്റെ എന്ത് കാര്യം പറഞ്ഞാലും എൻ്റെ കണ്ണു നിറയും. ഇപ്പോഴും അതെ. ഹസ്ബൻഡിൻ്റെ അച്ഛൻ അസുഖമായി ഹോസ്പിറ്റലിലാണ്. ഇന്ന് അവിടെ ഇരിക്കുമ്പോൾ ഓർമ്മയില്ലാതെ കുറേ ഓർമ്മയില്ലാതെ കുറേ ട്യൂബുകളുടെ ഇടയിൽ കിടക്കുന്ന അച്ഛനെ നോക്കുന്നപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു. അച്ഛന് പെൺമക്കളില്ല. ഞങ്ങളെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി രാത്രി 11 മണിക്കാണ് ഞാൻ വീഡിയോ കാണുന്നത്. എന്നെ എന്തൊക്കെയോ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ സരിതയ്ക്ക് എൻ്റെ സ്നേഹം സ്നേഹം സ്നേഹം. കമന്റ്സ് ഉണ്ട് കേട്ടോ, കുറേ കമന്റ്സ്. ഒരു ചേച്ചിയുടെ കമന്റ് ഞാൻ തപ്പി, അത് കണ്ടില്ല. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് തന്നെ ഞാനിരുന്ന് കരഞ്ഞേ. ആ കമന്റ് എവിടെയാണാവോ, അത് കാണാനില്ല. എൻ്റെ മുഖത്തേക്ക് കണ്ണിലേക്ക് തന്നെയാണ് ശരിക്കും സൂര്യൻ. അപ്പൊ നീങ്ങിരിക്കുക ഇവിടുന്ന് ശരിയല്ലേ? അല്ല, നീങ്ങിട്ട് നമുക്ക് അത് സ്വല്പം കഴിഞ്ഞാൽ മാറും. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം ഇട്ട ഇതുപോലെ കുറേ കമന്റ്സ് ഉണ്ട് കേട്ടോ. എല്ലാവരും അവരവരുടെ ഓർമ്മകളൊക്കെ നല്ല ഇതിൽ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പം എന്നെ കുറേ പേര് നല്ലത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. പിന്നെ അടുത്തത് പിറ്റേ ദിവസം ഇട്ട കമന്റ് റീഡിങ്. ജോൺ വർഗീസ്: ഇതുവരെ ഞാൻ ഓർത്തിരുന്നു കുറ്റം പറയുന്നൊരു സ്ത്രീയാണ് എന്ന്. എനിക്ക് തെറ്റി. അജുവിൻ്റെ അച്ഛനെ പറ്റി വർണ്ണിച്ചപ്പോൾ സരിത എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു അമ്മായിയപ്പൻ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു മരുമോളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടൊന്നും അല്ല, കുറേ പേരുണ്ടാവും, ലക്ഷക്കണക്കിന് പേരുണ്ടാവും. നമുക്ക് ഇപ്പൊ സരിത ഇങ്ങനെ യൂട്യൂബ് ചാനലുകാരെ പറഞ്ഞുള്ളൂ. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും അവരവരുടെ ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയാൻ പറ്റണമെന്നില്ല. പിന്നെ എല്ലാവരും പറയണത് സത്യമാവണമെന്നില്ല. പിന്നെ നോക്കിയിട്ടില്ലെങ്കിൽ നോക്കിയിട്ടില്ല എന്ന് ആരും പറയില്ല. അയ്യോ ഞാൻ നോക്കിയത് എങ്ങനെയാണെന്നറിയോ, ഞാൻ നോക്കിയെന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരും. അങ്ങനെ എൻ്റെ അമ്മ അച്ചാച്ചനെ അമ്മാമ്മേനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഞാനത് കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ നമ്മുടെ കടമയല്ല അത്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ മാത്രം നോക്കി എന്ന് വിചാരിക്കാനില്ല. അപ്പം ഇവിടെ വേറെ 6 മരുമക്കളുണ്ട്, 6 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നോക്കിക്കൂടെ. ഇപ്പം അച്ഛനെ ആശുപത്രി എടുക്കുമ്പോൾ ഞാൻ തന്നെയാണ് നിൽക്കാറ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് കൂടെ പോവാറ്. എപ്പോഴും ഞാൻ തന്നെയാണ് ഡോക്ടർക്ക് ബുക്ക് ചെയ്യാറ്. അച്ഛൻ അസുഖം ഉണ്ടെങ്കിൽ അച്ഛൻ എന്നോടാണ് പറയാറ്. ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ എന്നോടാണ് പറയാറ്. ഞാൻ തന്നെയാണ് ബുക്ക് ചെയ്യാറ്, കൂടെ പോവാറും ആശുപത്രിക്ക് എടുത്ത് നിൽക്കാറൊക്കെ ഞാൻ തന്നെ. അപ്പം എനിക്ക് ഒരു വട്ടം ഞാൻ പോലും ഇനി ഒരു വട്ടം വേറെ ഏതെങ്കിലും ചേച്ചി പോട്ടെ എന്ന് അങ്ങനത്തെ ചിന്തയെ എനിക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ഒരു മരുമകളുള്ളെങ്കിൽ ഞാൻ ചെയ്യേണ്ടതാണ് അതൊക്കെ അല്ലേ.
അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ്. അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് നമ്മളെന്തിനാ അങ്ങനെ ആലോചിക്കണം? എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യുക, പറ്റില്ലേ മിണ്ടാണ്ടിരിക്കുക. അല്ലാണ്ട് ഇവരെന്തിനാ ഞാൻ കുറ്റം പറയാൻ പോണത്? എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 8 വർഷമായില്ലേ ജഗ്ഗു ഉണ്ടാവാൻ. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഫ്രീ എന്ന് പറഞ്ഞാൽ മക്കളില്ല. ബാക്കി ചേച്ചിമാർക്കൊക്കെ ആ സമയത്ത് പറഞ്ഞാൽ ഒക്കെ ചെറിയ പിള്ളേരാണ്. അപ്പോൾ അവർക്കൊന്നും കുട്ടികളെ ഇട്ടിട്ട് സ്കൂളിൽ ഉള്ള 2 അങ്ങനെ പിള്ളേരുകൾ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പോൾ ഞാനാണ് ആ സമയത്ത് ഫ്രീ. പിന്നെ എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ. ഞാൻ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെയാണ് പോയിരുന്നതൊക്കെ. ഇങ്ങനെ ഡോക്ടറുടെ അടുത്തേക്കൊക്കെ കൂടെ പോയിടുന്നു, ആശുപത്രിയിൽ നിന്നോടുന്നതൊക്കെ. അതുകൊണ്ട് എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ മരുമക്കൾ ഇഷ്ടംപോലെ പേരുണ്ടാവും. മേഴ്സി സെബാസ്റ്റ്യൻ, സരിത ഇതുവരെയും ആരുടെയും കുറ്റം പറയാൻ വന്നിട്ടില്ല. അവരുടെ ജീവിതാനുഭവങ്ങളും വേദനകളും വിഷമതകളും സന്തോഷങ്ങളുമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അടുത്തത് സുഹറ ACS. ഹലോ, ഇന്ന് എൻ്റെ കമൻറ്റ് വായിച്ചല്ലോ. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ മിണ്ടില്ല. എന്നാലും എൻ്റെ കമൻറ്റ് വായിക്കാൻ തോന്നിയല്ലോ. എന്താ മിണ്ടില്ല എന്ന് പറയണേ? അല്ല, ഇനി ഞാൻ മിണ്ടില്ല എന്ന്, കമൻറ്റ് വായിക്കില്ല എന്ന് പറഞ്ഞിട്ട്. സിനി ശ്രീ ഈസി കിച്ചൻ. ആൺകുട്ടികൾ മാത്രമല്ലാട്ടാ, ഞാനും ടയർ ഉരുട്ടി കുറി വയ്ക്കാനും പീടികയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരാനും ചെറുപ്പത്തിൽ കുറേ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അടുത്ത വീട്ടിലെ ആൺകുട്ടിയും ഞാനും ഒരു സെറ്റ്. ഇപ്പം അതൊക്കെ ഓർമ്മകൾ മാത്രം. കുറച്ച് നേരം പഴയ കാലത്തേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ വീഡിയോ. അടുത്തത് ഷിബി കേസി. കുറേ കാലത്തിന് ശേഷം ഇന്നാണ് വീഡിയോ കാണുന്നത്. ക്യാൻസർ ചികിത്സാ സമയത്ത് എന്നും വീഡിയോ കാണുമായിരുന്നു. ഇപ്പോൾ വീട്ടിലെ പണികൾ ചെയ്തു തുടങ്ങി. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആൾ. അപ്പോഴാണ് നമ്മുടെ അപ്പം ഇങ്ങനെ റെസ്റ്റിലായിരിക്കും. അപ്പോഴാവും കണ്ടോടുന്നത്. അപ്പോൾ അസുഖമൊക്കെ മാറിപ്പോൾ അടുക്കളയിൽ പണിയിലൊക്കെ ഇറങ്ങി തുടങ്ങിയില്ല. അപ്പോൾ എന്നാലും റുട്ടീൻ ചെക്കപ്പ് ഒരിക്കലും ഫോളോ അപ്പ് അത് നിർത്തരുത്. അത് കറക്റ്റായിട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. ജെസ്സി ടാർസിസ്. ഈ കമൻറ്റുകളെല്ലാം കേൾക്കാൻ എന്ത് രസമാണ്. സരിത അത് വായിക്കേണ്ട രീതിയിൽ വായിക്കുന്നത് കൊണ്ടാണ് കേൾക്കാൻ ഇത്രയും രസം. താങ്ക് യു. യുണൈറ്റഡ് ടയേഴ്സ്. എൻ്റെ അജുവേ സരിതേ, ഇന്നലെ കോട്ടയ്ക്കൽ നെസ്റ്റോയിൽ പോയപ്പോൾ സാൽമൺ ഫിഷിൻ്റെ വില കണ്ടു, ഞെട്ടിപ്പോയി. 1 കിലോയ്ക്ക് 2500 രൂപ. അപ്പോൾ നിങ്ങളെ ഓർത്തുപോയി. ഇന്ന് ആ ചേച്ചി നമുക്ക് ഈ മീൻ കൊടുത്തയച്ചില്ലേ സാൽമൺ, ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ ദിവയിൽ. അത്യാവശ്യം നല്ല പർച്ചേസ് ചെയ്തിട്ടാണ് പോയത്. അടുത്തത് ശ്രീരഞ്ജിനി. തോളത്ത് ഘനം തൂങ്ങും. കവിത ഇന്നും ഒരു വരി പോലും മറക്കാതെ ഓർമ്മയുണ്ട്. ടീച്ചർ ഞങ്ങൾ കുറച്ചു പേരെ കൊണ്ട് ചൊല്ലിക്കുമായിരുന്നു. കവിതകളെല്ലാം വണ്ടിക്കാള വായിച്ചപ്പോൾ ആ പ്രായത്തിലും കണ്ണ് നനയിച്ചിരുന്നു. ചില കവിതകളൊക്കെ ക്ലാസ്സിൽ ചൊല്ലണത് എല്ലാവരും കൂടി ചേർന്ന് ചൊല്ലണ വിധത്തിലുള്ളതായിരിക്കും. അപ്പോൾ ഓരോ ബെഞ്ചുകാർ എന്നൊക്കെ പറയും. അങ്ങനെ ചൊല്ലിപ്പിക്കും. പിന്നെ എല്ലാവരും കൂടി ചേർത്തിട്ട് ഒരു ചൊല്ലില്, ആ ചൊല്ലല് ആ സ്കൂൾ മുഴുവൻ മുഴങ്ങും. ഞങ്ങളുടെ പണ്ടേ ഞാൻ 4-3 പഠിക്കുന്ന കാലത്തെ ഉള്ള രീതിയിലാണ്. ഇപ്പോൾ വല്ല ക്ലാസ്സിലും ഇങ്ങനത്തെ കവിതകളൊന്നും ഉറക്കെ ചൊല്ലിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അക്ഷരസ്ഫുടത ഇല്ല, കവിതകൾ വായിക്കാൻ അറിയില്ല, മലയാളം തന്നെ വായിക്കാൻ അറിയില്ല. എല്ലാതും പോയി. നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് മാറിയില്ലേ. പോയമൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണല്ലോ പിന്നത്തെ ഇവര് സിലബസ് ഇറക്കിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ അതായത് ജീവിതഗന്ധിയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പണ്ടത്തെ പദ്യങ്ങൾ പഠിക്കുന്നതിൽ അതിന്റെ ഇതുകളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്തേണ്ട കുറേ കാര്യങ്ങളുണ്ടേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാത്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരാവശ്യമില്ല ജീവിതത്തിൽ. അതൊക്കെ എന്തിനാ പഠിക്കണത് അല്ലേ? അതിനേക്കാളും നല്ലതായിരുന്നു മലയാളത്തിലത്തെ കുറെ ഇതുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ട കുറേ പാഠങ്ങളും പദ്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോയിട്ടുണ്ട്. പണ്ടേ നമ്മള് ഭയങ്കര വിഷമങ്ങളൊക്കെ കണ്ടല്ലേ നമ്മൾ വളരണേ. അപ്പം എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും, അച്ഛന് കിട്ടണ നിസ്സാര കൂലി കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകണം. അച്ഛനും അമ്മാമ്മയും തറവാട് വീടുമാണ്. അപ്പം എപ്പോഴും അമ്മായിമാരൊക്കെ വരും. അങ്ങനെ എപ്പോഴും ആളുകളും നിറച്ചിട്ടുണ്ടാവും. അപ്പം ഇത്രയും പേര് കഴിഞ്ഞു പോണത് അച്ഛൻ്റെ ആ ഒരു നിസ്സാര കൂലി കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അമ്മ എത്തിക്കും എങ്ങനെയെങ്കിലും. അപ്പം അമ്മേരെ കാതിലൊരു കമ്മലോ കഴുത്തിൽ മാലോ ഒന്നും എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒന്നുമില്ല കേട്ടാ. കാതും കഴുത്തൊക്കെ ഇങ്ങനെ കറുത്ത ചരട് കെട്ടണതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല, അച്ഛനും ഇഷ്ടമില്ല. അപ്പോൾ താലി വരെയില്ല, ഒരു കുഞ്ഞു താലി പോലും ഇല്ല. ചിലരൊരു താലി കറുത്ത ചരടുമ്പോൾ കോർത്തിട്ടിട്ടുണ്ട്, അതും ഇല്ല. അപ്പം അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അച്ഛനും അമ്മയും വർത്താനം പറഞ്ഞ്, അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ട് വർക്ക്ഷോപ്പിൽ പണിക്ക് പോകലായിരുന്നു. അപ്പോൾ പണി കഴിഞ്ഞ് വന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ പോയിരിക്കും. അപ്പം നമുക്ക് 5-6 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ചെന്നിങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മേരും വായി നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഇവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ തറവാടായ കാരണം കൊണ്ട് സകലമാന കല്യാണങ്ങളും പേരിടലും ചോറൂണും പോലത്തെ ഒക്കെ നമ്മുടെ വീട്ടിൽ ക്ഷണിക്കും. അപ്പം അതിന് പോകണം. വെറും കൈയോടെ പോകാൻ പറ്റുമോ? എന്തിട്ട് കൊടുക്കുക? അപ്പം കറക്റ്റ് ജീവിച്ച് പോണതിൻ്റെ ഇടയിലാണ് ഒരു പേരിടലോ അങ്ങനത്തെ ഒരു കല്യാണമോ വന്നാൽ താളം തെറ്റി.
അപ്പോൾ അച്ഛനമ്മ എന്തുട്ടാ ചെയ്യുക, അതിന് കൊടുക്കണ്ട, എന്തെങ്കിലും കൊടുക്കാണ്ട് ഇങ്ങനെ പോവുക, അപ്പം എന്തുട്ടാ ചെയ്യുക ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ അതൊക്കെ കേട്ടിട്ടാണ് വളരണത്. അപ്പം ഞങ്ങളുടേതായ ഞാനായാലും തുന്തുരയിലും ഒരാഗ്രഹങ്ങളും ഞങ്ങൾക്ക് ആഗ്രഹങ്ങളില്ലാണ്ടല്ല, നമുക്കും ഓരോ കുട്ടികളുടെയിലൊക്കെ ഓരോ ഇതുകളൊക്കെ കാണുമ്പോൾ എന്തിനു പറയണു, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാട്ടർ ബാഗില്ലേ ഇങ്ങനെ വലിച്ചു വെള്ളം കുടിക്കുന്നത്, അതെനിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു അറിയോ. അങ്ങനെ വേറെ കുട്ടികളുടെ നമുക്ക് കുടിക്കാം, വെള്ളം ഇപ്പം കിട്ടി ഇങ്ങനെ കുടിക്കാൻ നിന്ന പോലെ മറ്റേ വായിൽ പൈപ്പ് വെച്ചിട്ട് വലിച്ചു കുടിക്കുന്ന സാധനം നമുക്ക് കിട്ടില്ലല്ലോ, വേറൊരോട് ചോദിക്കുന്നില്ല. അപ്പോൾ അതൊന്നും ആ വലിക്കുമ്പോൾ ആ വെള്ളം വായിലേക്ക് കിട്ടുമ്പോൾ എന്തൊരു ടേസ്റ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് അറിയാനുള്ള ആഗ്രഹം, എന്തൊരാഗ്രഹം ഉണ്ടായിരുന്നു അറിയോ. പക്ഷെ നമ്മളത് പറയേയില്ല. വേണോന്ന് ചോദിച്ചാൽ അവരെ എന്ത് സാധനം ഉള്ളിൽ ഭയങ്കര ഇഷ്ടം ഉണ്ടാവും വേണമെന്ന്, എന്നാലും നമുക്കറിയാം ആ കാശ് കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പം നമുക്ക് അന്ന് കാലത്ത് നമ്മൾ ഈ മലയാള പാഠത്തിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് സങ്കടം വരും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ കവിത ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കിയേ, അവർക്കൊരു സങ്കടമൊന്നും ഇല്ല, ഫീലും തോന്നില്ല, ഇത് എന്തിട്ടാന്ന് വിചാരിക്കുള്ളൂ. അടുത്ത് മിനി തോമസ്. ബാഗും എടുത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പോയ ഞാൻ ബാഗ് തിരിച്ച് സോഫയിലേക്ക് എറിഞ്ഞു. ദേ സോഫയിൽ കിടന്ന് അജുവിനെയും സരിതക്കുട്ടീനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് നിങ്ങളുടെ വിജയം. യു ഗൈസ് ആർ സോ സ്പെഷ്യൽ. ഇനി ഇത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ചേച്ചി ശാന്തി വിജയൻ. പാവം അജു, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൂടി കൊന്നുപോലെ വിളിച്ചിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കമൻറ്റുകളുടെ അർത്ഥം അദ്ദേഹം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നു. അജുവേ, നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടും തമാശ പറഞ്ഞാൽ അജുവിന് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടും ആണ് കേട്ടോ ഇത്തരത്തിൽ അജുവിനെ കുറ്റപ്പെടുത്തുന്ന പോലെയൊക്കെ കമൻ്റ് ഇടുന്നത്. ചുമ്മാ. അജു എൻ്റെ പിറക്കാതെ പോയ അനുജനാണ്. ചെറുപ്പകാലത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് നമ്മളെ ഇരുത്തം വന്നവരാക്കുന്നത്. അജു ഗ്രേറ്റ്. ഒത്തിരി സ്നേഹവാത്സല്യത്തോടെ ശാന്തി ചേച്ചി. തമാശകളൊക്കെ ധൈര്യമായിട്ട് തന്നെ കളിയാക്കാം, എന്തിനും കളിയാക്കാം. പക്ഷേ നമ്മുടെ മീനാക്ഷി കോവിൽ അമ്മച്ചി പറഞ്ഞപ്പോഴുള്ള നുണകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടാവും എന്തെങ്കിലും. അല്ലാണ്ട് നമ്മളെ അതെന്നിട്ട് നുണ പറഞ്ഞേ അവിടെ പുല്ലാന്ന് പറഞ്ഞ് കറക്റ്റ് അല്ലേ? അത് ഇവിടെ വന്നു എന്ന് പറഞ്ഞു കാരണം കൊണ്ട് ചേട്ടന് എന്തായിരുന്നു ഉഷാറ്. അടുത്തത് ഷർമിള റജി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അജു എൻ്റെ സരിത കള്ളത്തരമില്ലാത്ത പച്ചയായ മനുഷ്യർ. അവർ 0% പോലും അഭിനയിക്കില്ല. വീഡിയോയിൽ കാണുന്നതൊക്കെ നോട്ട് സ്ക്രിപ്റ്റഡ്. അവർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒപ്പം ജീവിക്കുന്നു. അതാണ് അജൂസ് വേൾഡ്. മൈ ഫാമിലി, മൈ ഫേവറേറ്റ്സ്, ലവ് യു ഗൈസ്. സന്തോഷം. യുണൈറ്റഡ് ടയേഴ്സ്. അജു പലപ്പോഴും അഭിനയിച്ച് കാണിക്കുന്നത് കാണുമ്പോൾ കുതിരോട്ടം പപ്പുനെയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ താമരശ്ശേരി ചുരം റോളർ പറക്കുന്ന രംഗം അഭിനയിച്ച് കാണിക്കുന്ന ആ രംഗമാണ് ഓർമ്മയിൽ വരുന്നത്. ഒരു കോമഡി നടനാവാനുള്ള എല്ലാ യോഗ്യതയും അജുവിനുണ്ട്. മറിമായത്തിൽ ഒരു റോൾ കിട്ടുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് കൂടെ? വേണ്ട, നമുക്ക് ഇവിടെ ഇതില് ഇങ്ങനെ പോയാൽ മതി. അത് ശരിക്കും പ്രിയദർശനി ഇതുപോലെ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടാവൂ ആള് ചെയ്തിണ്ടാവുക? ആൾക്ക് സ്ക്രിപ്റ്റ് ഡയലോഗ് കൊടുത്തിണ്ടാവും, എന്നിട്ട് ആളോട് അഭിനയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ അങ്ങനെ ചിലപ്പോ വിചാരിക്കും ഇതിപ്പോ ഇങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കില്ല. പടച്ചോനെ ആ സാധനം അവിടെ ഇട്ടിട്ടല്ലോ, ശരിക്കും അവിടെ ഇട്ടിട്ടല്ലോ ഇതിന് ചേട്ടനും തരാം. അടുത്തത് ലൈല അൻവർ. തങ്ക ടീച്ചർ മരിച്ചു പോയത് തങ്ക ടീച്ചറുടെ ഭാഗ്യം. ആളെത്ര സ്നേഹത്തോടു കൂടി വയ്യോ പാവന്റെ കുട്ടി വിശന്നിരിക്കുന്നു സ്റ്റുഡന്റ് എന്നിട്ട് തന്നതാ ചേട്ടൻ ഇങ്ങനെയാണ് കഴിച്ചോന്നുള്ളത് സാധനം ഇഷ്ടല്ലോ. ഈ മിളകൂലി ഒന്നുമില്ല, വെറുതെ ചോറില് പപ്പകായ വേവിച്ചത് അരിഞ്ഞിട്ട് ഇമ്രാനെ പോക്കോ അങ്ങനെയാണ് കിട്ടുന്നത്. അതെനിക്ക് ഇഷ്ടല്ലേ, അതുകൊണ്ടായിരിക്കും. അടുത്തത് ശശി കെ പി. അജുവേട്ടാ നമസ്കാരം. സാംസ്കാരിക നഗരമായ തൃശ്ശൂരിന് ഏറെ ഇഷ്ടം. അതിലേറെ ഇഷ്ടം ഒല്ലൂരിലെ താമരശ്ശേരി എന്ന 6 എന്ന അജുവേട്ടൻ ഫാമിലി. 6 ഉദ്ദേശിക്കുന്ന 6 വീടുകളുണ്ടല്ലോ, അതിന് ആളിങ്ങനെ ഒരു സാഹിത്യാത്മകമായി പറഞ്ഞതാണ്. പിന്നെ അധോലോകത്തിന് വേണ്ടി തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കി അജുവേട്ടൻ എഴുതുന്ന നാടകം എവിടേരെയായി എന്നാണ് അരങ്ങേറ്റം. ചെമ്പൻകുഞ്ഞും ചക്കിയും കറുത്തമ്മയും പഞ്ചമിയും പരീക്കുട്ടിയും പളനിയും അച്ഛൻ കുഞ്ഞും നല്ല പെണ്ണും കഥാപാത്രങ്ങളായി ഉണ്ടാവുമല്ലോ. മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നോവൽ നാടകമാക്കി എഴുതുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒരു കഥാപാത്രം പോലും ഒഴിവാക്കാനാവില്ല. അഭിനേതാക്കൾ, ശരീരഭാഷ, വേഷം, സംഭാഷണം എന്നിവയിൽ മുൻവിധികളും ഉണ്ടായിരിക്കും. സധൈര്യം. അജുവേട്ടൻ ഏറ്റെടുത്ത ഉദ്യമത്തിന് ആശംസകൾ. ശശീന്ദ്രൻ, കോഴിക്കോട്. കഴിഞ്ഞ ആഴ്ച നാടകം വായിച്ചു. നാളെ ഇവിടെ റിഹേഴ്സൽ ആരംഭിക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ വീട്ടിലാണ് റിഹേഴ്സൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ശരിക്കും ഈ പറഞ്ഞ ക്യാരക്ടറുകളൊക്കെ ഉണ്ട്. ഭയങ്കര വെല്ലുവിളിയാണ് അത് ചെമ്മീൻ എന്ന് പറയുന്നത്.
നമ്മൾ സിനിമയിൽ കണ്ടത്, നോവലിൽ വായിച്ചത്, അതിനെ നമുക്ക് നാടകമാക്കിയിട്ട് നമുക്ക് പരിമിതികൾക്ക് ഉള്ളിൽ നിന്നിട്ടുകൊണ്ട് ഇതൊക്കെ വേണമല്ലോ നാടകം. ആലോചിച്ചിട്ടല്ലേ ഈ നാടകം എന്തിനാ പിന്നെ സെലക്ട് ചെയ്തേ? എന്നെ ഞാൻ ചെയ്യാൻ വിചാരിച്ചല്ല, ദിനേശനാണ് എന്നെ ചെമ്മീൻ അജേട്ടൻ ചെമ്മീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നടന്നിട്ട് കടലും വഞ്ചിയും ഒക്കെ വേണേ. അടുത്ത ദീപാലാലു, രാജേഷ് വിളിക്കാതെ വന്നതുകൊണ്ട് യഥാർത്ഥ ചിത്രം കാണാൻ പറ്റിയില്ലേ? പാവം, ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല. രാജേഷാണ് നമ്മുടെ ചാനലിന്റെ 1ാമത്തെ സബ്സ്ക്രൈബർ. നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഫസ്റ്റ് ലിങ്ക് അയച്ചു കൊടുത്തത് അവനാണ് ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തത്, 1ാമത്തെ. ആദ്യത്തെ അത് ഞാൻ പറയാൻ മറന്നു. ലൈല അൻവർ, ഞാൻ കുറേ കമന്റ് ഇട്ടതൊന്നും കാണുന്നില്ലല്ലോ, എന്തിനാ അതൊക്കെ കട്ട് ചെയ്യുന്നത്? കഷ്ടം ട്ടാ. പ്രായമായ ഒരു അമ്മയാണ് ഞാൻ, കുത്തിപ്പിടിച്ച് കുറേ കാര്യങ്ങൾ എഴുതി, ഒക്കെ കട്ടാക്കി. നമ്മൾ കട്ടാക്കണമെന്നില്ല, അത് ഇനി എന്താണാവോ, കമന്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും ട്ടാ. ഞങ്ങൾ ഡിലീറ്റ് ആക്കണതല്ല, നമ്മൾക്ക് വരെ നെഗറ്റീവ് കമന്റ് വരെ ഇതിൽ എടുക്കുന്നുണ്ടാവും, ഞങ്ങൾ ഡിലീറ്റ് ആക്കാറില്ല അതുപോലും. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ, നാട്ടിലുണ്ടെങ്കിൽ സെപ്റ്റംബർ 6-ാം തീയതി ജനസാഗരത്തിന്റെ ഇടയിൽ നിന്ന് അജുചേട്ടനെ നാടകം കാണാൻ വരും. സെപ്റ്റംബർ 6-ാം തീയതിയാണ് നമ്മുടെ നാടകം. വായോ. അടുത്ത് പ്രിൻസിദാസ്, ഞാൻ പറയാൻ വരായിരുന്നു, അജു ഇട്ടിരുന്ന പാൻറ്റിൻ്റെ വള്ളി മുന്നിൽ നിന്ന് മാറ്റൂ എന്ന്. അപ്പോഴേക്കും അജുവിനത് മനസ്സിലായി എന്ന് തോന്നുന്നു. അജു സൂത്രത്തിൽ അതെല്ലാം ക്ലിയർ ആക്കി. അടുത്തത് മുനീർ, സെപ്റ്റംബർ 6-ന് നാടകം കാണാനും നിങ്ങളെ കാണാനും ഞാനും ഫാമിലിയും ഉണ്ടാകും, പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റ് പകുതിയോടെ നാട്ടിൽ വരണമെന്നുണ്ട്, അപ്പോൾ നമുക്ക് നേരിൽ കാണാം. അടുത്തത് നിമ്മി ഫാബിൻ, ഹായ് സരിജു. അതെങ്ങനെ നിങ്ങൾക്ക് കശുമാവ് വെച്ചൂടെ? അപ്പൊ പിന്നെ ഇഷ്ടം പോലെ കശുവണ്ടി ചുട്ട് തിന്നാലോ. കശുമാവുണ്ട് വലുത്, നിങ്ങളുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്നുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായി മുടങ്ങാതെ ദിവസവും കാണാറുണ്ട്. രാവിലത്തെ പാത്രം കഴുകലിനൊപ്പം നിങ്ങളുടെ വീഡിയോയും കണ്ടു കഴിയും. അയൽപ്പക്കക്കാരോട് വർത്തമാനവും പറഞ്ഞ് പാത്രം കഴുകുന്ന ഫീലാണ്. ഞാനും ഒരു തൃശ്ശൂർക്കാരിയാണേ, പക്ഷെ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഫ്ലാറ്റിലെ വിരസതയിൽ നിങ്ങളൊരാശ്വാസമാണ്. പിന്നെ കമന്റ് എഴുതാൻ ഭയങ്കര മടിയാ. ഇന്ന് എന്തോ എഴുതാമെന്ന് കരുതി. കഴിഞ്ഞ മെയ്യിൽ ഞാൻ ഷോപ്പിൽ വന്നിരുന്നു, സരിതയെ കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ മെയ് 1-ന് തോംസൺ കാസ റെസ്റ്റോറൻറ്റിൽ വെച്ച് ചെറിയേട്ടനെ കണ്ട് സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ വിവാഹ വാർഷികവും മക്കളുടെ ബോർഡ് എക്സാം റിസൾട്ടും സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. അടുത്ത തവണ വരുമ്പോൾ നിങ്ങളെ കാണാൻ കഴിയും എന്ന് കരുതുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും കാണാം. കടയിൽ വരുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നമ്പറൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ മെസ്സേജൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ ആ സമയത്തേക്ക് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എത്താറുണ്ട് ഷോപ്പിൽ പരമാവധി. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ, തങ്കൻ ടീച്ചർ പപ്പക്കായ കുത്തിക്കയറ്റി, സരിത പപ്പക്കായ കുത്തിക്കാച്ചി, കുത്തരി കൂട്ടി അജു കഴിച്ചു, അത്രയേ ഉള്ളൂ. അടുത്തത് സിന്ധു 3552, സരിത പെട്ടെന്ന് തന്നെ പപ്പടം പാത്രം എടുത്ത് രാജേഷിൻ്റെ അടുത്തേക്ക് വെക്കുന്നു, ഇല്ലെങ്കിൽ അജു അത് മൊത്തം തീർക്കും. എന്നാൽ ഒരു മുട്ട പൊരിച്ചോ മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലും കൂടി ചേർത്ത് ചോറ് കൊടുക്കാമായിരുന്നു. ഇങ്ങനെയും കൊടുക്കാം അല്ലേ? അതിന് ചോറ് നമ്മളുടെ കൂട്ടാൻ റെഡിയായപ്പോൾ തന്നെ സമയം 2 മണിയായി. പിന്നെ നമ്മളിനി വേറെ അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ് നടക്കല്ലേ, അതിൻ്റെ ഇടയിൽ നമുക്ക് പോയിട്ട് വേറെ കറി വയ്ക്കാനൊന്നും പറ്റൂല. ഇത് ഷൂട്ടിംഗ് അല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് ആ സമയം കൊണ്ട് ഒരു മുട്ട പൊരിക്കാനും ഒരു ഉപ്പേരി കൂട്ടാനും ഉണ്ടാക്കാനും വേറെ എന്തെങ്കിലും വേറെ 2-3 സാധനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ടൈം കിട്ടും ചെയ്യും ഈ സമയം ഉണ്ടെങ്കിൽ. അത് അവനാണെങ്കിൽ പറഞ്ഞൂല്ലേ വരണ കാര്യം, വരണത് പറഞ്ഞാൽ മതിയിരുന്നു. വരുന്നത് ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവന് വരേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. നമ്മൾ ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേനെ. സ്ക്രിപ്റ്റ് കാണാണ്ടല്ലേ അവനെ ചെമ്മീനിലത്തെ സ്ക്രിപ്റ്റ് അവന്റെ ഇത് കയ്യിൽ നിന്ന് പോയി, അപ്പൊ അത് വാങ്ങിക്കാനാണ് വന്നത്. പരിക്കുട്ടിയായിട്ടാണ് അവൻ അഭിനയിക്കണത്. അടുത്ത് ഗില്ലി ബോസ് എവർ, റാംജിറോ സ്പീക്കിംഗ് ആയാലും മാന്നാർമത്തായി സ്പീക്കിംഗ് ആയാലും ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന നാടകമല്ലേ കാണിക്കുന്നുള്ളൂ. ഗർവാസീസ് ആശാന്റെ നാടകക്കളരി ഞാൻ ഇന്ന് മനസ്സിൽ കണ്ടു. ജനാർദ്ദന്റെ റോൾ അജു ചേട്ടനും, എൽദോയുടെ റോൾ ആ രാജേഷ് ചേട്ടനും. എടാ എൽദോ, അജൂസ് വേൾഡ് പേപ്പറിൽ വന്നടാ എന്ന് തുടങ്ങി സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണ്ടു ചിരിച്ചു മരിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അജൂസ് വേൾഡ് പേപ്പറിൽ വന്നടാ എന്ന് പറയാ. അപ്പൊ അത് അപ്പളേക്കും പേപ്പറിൽ വന്നു. ഈ പത്രക്കാരെ ഞാൻ തോറ്റു. ഞാൻ എന്ത് ചെയ്യാൻ നോക്കി നടക്കവന്മാര്. എന്നാ എന്താ എഴുതി അല്ലേ, അങ്ങനെ വരില്ലേ? നമ്മുടെ നാടകത്തിന്റെ ഒക്കെ പേപ്പറിൽ വരും കേട്ടോ. നമ്മുടെ ഈ ചെമ്മീനൊക്കെ നാടകത്തിൽ എൻ്റെ എല്ലാ നാടകങ്ങളും പേപ്പറിൽ ഒരു വലിയ ഒരു മനോരമ, മാതൃഭൂമി ഇങ്ങനത്തെ എല്ലാ പേപ്പറിലും വരാറുണ്ട്. ഞാനതൊക്കെ വെട്ടിയെടുത്ത് വയ്ക്കും.
അതൊക്കെ നമ്മുടെ ഓർമ്മയിലുള്ള വലിയൊരു എന്താ പറയാ തങ്ക. അല്ല നല്ല ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, നല്ല മെമ്മറീസ് അല്ലേ. അടുത്തത് ആലിസ് വർഗീസ്. അജു, കശുവണ്ടി ചുടുന്നത് ഒരാൾ അടുത്തിരിക്കുമ്പോഴാണോ, അത് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിന്റെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും വീണിരുന്നെങ്കിലോ? ആളുകൾ അടുത്തുള്ളപ്പോൾ ഇതുപോലെ ചെയ്യരുത്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ തന്നെ പേടിച്ചു പോയി. ഒരിക്കലും കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ അടുക്ക പോയി ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ അകലെ വെച്ചിട്ട് അണ്ടി ചൂടുള്ളൂ. ഞാനത് ആലോചിക്കും. പിന്നെ എന്താ വെച്ചാൽ അടുപ്പ് തൊട്ടടുത്ത് തന്നെയല്ലേ, അത് കൈയോടെ ഇങ്ങനെ കഴിക്കാന്ന് വിചാരിക്കും. അടുത്ത ഷീബ ജോസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അജു ചിരിപ്പിച്ചു കൊല്ലും. ഞാൻ ദുബായിലാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്. എൻ്റെ ചേട്ടൻ ഇങ്ങനെയാണ്, പഴയ ചിന്തകൾ ഉള്ള ഓർമ്മകളുള്ള ആളാണ്. ചേട്ടനെ വിളിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോയെ കുറിച്ച്. അടുത്തത് സൂസൻ ജെയിൻ. ഇന്ന് അജുചേട്ടൻ്റെ കഥ കേട്ട് കുറേ ചിരിച്ചു. ഞങ്ങൾ പ്രവാസികൾക്ക് നാടും കൃഷിയും നിങ്ങളുടെ കഥ കേൾക്കാൻ ഇഷ്ടമാണ്. നമ്മുടെ ചെറുപ്പകാലം ഓർക്കാനും പറ്റും. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അജുചേട്ടൻ കഥ നിർത്തരുത്, അത് ഒരു രസമാണ്. ഹോം കുക്കിംഗ്. അജുചേട്ടൻ സരിതയെ കെയർ ആൻഡ് ഹെൽപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ ഭർത്താവിനെ എടുത്ത് തോട്ടിലിടാൻ തോന്നുന്നുണ്ട്. എനിക്ക് പക്ഷെ പൊന്തില്ല, അല്ലെങ്കിൽ എടുത്ത് ഞാൻ തോട്ടിലിട്ടേനെ. പണ്ടൊക്കെ 4 മണിക്ക് സിനിമ തുടങ്ങിയാൽ 7:30 സിനിമ കഴിയുന്നത്. അപ്പൊ 7 മണിക്ക് ഒരു വാർത്തയുണ്ട്, കറക്റ്റാ, ദൂരദർശനില്. അത് കഴിഞ്ഞാവും ബാക്കി സിനിമയുടെ ഭാഗം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് ഒക്കെ ഒറ്റ സിനിമയും ക്ലൈമാക്സ് കാണാൻ നിൽക്കാറില്ല. വാർത്ത തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും പോവും. വാർത്ത ഇരുന്ന് കാണും നമ്മള്. വാർത്ത കണ്ടേ കാലാവസ്ഥയാകുമ്പോൾ വരുന്നൊരു സന്തോഷമുണ്ട്. കാരണം കാലാവസ്ഥ പറഞ്ഞ പിന്നെ കഴിഞ്ഞു, പിന്നെ ഇത്തിരി കൂടി ഉണ്ടാവുള്ളൂ, വാർത്ത കഴിയാറായി. അതിന് പടത്തിന്റെ ബാക്കി കാണാൻ വേണ്ടിട്ടേ. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ സിനിമ. പിന്നെ കുറച്ച് സമയം കൂടി ഉണ്ടാവുള്ളൂ. ഇനി പണ്ട് ഒക്കെ സിനിമ എൻ്റെ സീരിയൽ ഒന്നും വിടാതെ കാണും. അത് ഹിന്ദിയിൽ എന്തിന് പൊട്ടന്മാരുടെ വാർത്ത വരെ ഇരുന്ന് കാണും. അതുപോലെ ഞങ്ങൾ സിനിമ കാണാൻ പോകുന്ന വീട്ടിലെ കുട്ടികൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇടയ്ക്ക് സിനിമ മാറ്റി ഗുസ്തി വയ്ക്കും. ഞാൻ അതും ഇരുന്ന് കാണും. ഇന്നിപ്പോൾ ടി വിയിൽ വല്ലപ്പോഴും മാത്രമേ കാണുന്നുള്ളൂ. അതന്നെ. സീനത്തി എം എ. അജുവേട്ടൻ്റെ പഴയ കഥകൾ കേൾക്കുമ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ തന്നെ. ഞാനും അടുത്ത വീട്ടിലേക്ക് ടി വി കാണാൻ പോയിരുന്നു. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു. അന്നത്തെ കാലം സുവർണ്ണകാലം തന്നെയായിരുന്നു. കൂർക്ക കൃഷിയിൽ നല്ല വിളവ് കിട്ടട്ടെ. അടുത്ത് ഷാരി എം എൻ. നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്, കമന്റ് ഇടാറില്ല, പ്രതികരണവും കാണാറുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നു, നായരമ്പലത്ത്. എല്ലാവരെയും ഇഷ്ടമാണ്. അജുചേട്ടൻ്റെ കഥകൾ വളരെ ഇഷ്ടമാണ്. പണ്ടത്തെ അമ്മയുടെ കറി വെക്കുന്ന കാര്യം, മുരിങ്ങത്തോരൻ അമ്മ കറി വെക്കാൻ എടുക്കുന്നത് അങ്ങനെയല്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം നിങ്ങളുടെ വീഡിയോ കാണും. ഒരു ചെറിയ സമാധാനം. എൻ്റെ കമന്റ് വായിക്കുമോ സരിതേ? വായിച്ചല്ലോ. ഒരു പ്രവാസി 2103. അപ്പൊ പിന്നെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് മുടിവെട്ടൽ. ചെറുപ്പത്തിൽ ചെല്ലപ്പൻ ചേട്ടനായിരുന്നു മുടി വെട്ടിയിരുന്നത്. പുള്ളിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വന്ന് വെട്ടും. പിന്നെ 2 ദിവസം ചെവിയുടെ ഭാഗമൊക്കെ നീറ്റലായിരിക്കും. അത് കഴിഞ്ഞ് UP ഹൈസ്കൂൾ സമയത്ത് ചെല്ലപ്പൻ ചേട്ടൻ്റെ മകനായിരുന്നു. അദ്ദേഹം സലൂൺ തുടങ്ങി. ഇപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ നടത്തുന്ന സലൂണിലാണ് പോകുന്നത്. അവൻ എൻ്റെ പ്രായമാണ്. എന്താല്ലേ, 3ാം തലമുറ. അജുവേട്ടൻ ഇങ്ങനെ ഓരോന്നും ഓർത്ത് പറയുമ്പോഴാണ് ഞങ്ങളും പഴയ കാര്യങ്ങൾ ഓർക്കുന്നത്. ഇവിടെ വാസേട്ടനായിരുന്നു മുടി വെട്ടാൻ വന്നു തുടങ്ങുന്നു. വാസന ആദ്യം മുടി വെട്ട് കടയുണ്ടായിരുന്നു. പിന്നെ ആള് പിന്നെ വീട് നടന്നു വെട്ടലായി. അവരുടെ ഫാമിലി മൊത്തം ഇങ്ങനെ മുടി വെട്ടുന്നത്. ആളെ കയ്യിൽ വിഷയമുണ്ട്. കട്ട അടിച്ചിട്ട് ഇങ്ങനെ തൊലിയടക്കം പൊളിച്ചു പോകുമ്പോൾ അതിന് ആ വേദന നമുക്ക് മുടി ഇങ്ങനെ. ഇപ്പൊക്കെ മറ്റേ ഇലക്ട്രിക്കിന്റെ സാധനങ്ങളായി മിഷ്യ എന്ന് പറഞ്ഞ ഇങ്ങനെ ഈ ട്രാക്ടറിന്റെ എഞ്ചിൻ പോലത്തെ ഒരു സാധനമാണ്. അത് കട്ട ഇങ്ങനെയുണ്ട് കാണിക്കും. അത് ഇങ്ങനെ മുടിമ വെച്ചിട്ട് ഒരു വലി വലിക്കും. ജീവൻ പോണത് കാരണമാണ് വീടിന്റെ ചുറ്റും ഇവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്കെങ്കിലും ഓടിപ്പോണത്. പിന്നെ ആരെങ്കിലും ഇവിടുത്തെ വലിയ ആളുകൾ ചേട്ടന്മാരൊക്കെ ചെന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് അതേപോലത്തെ മുടിയോട്ട് തന്നെയാണ്. ബിന്ദു ധനജൻ. 2 പേരും കൂടി പറമ്പിലേക്ക് ഇറങ്ങി വർത്തമാനവും കളി ചിരി തമാശകളുമായി നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ വീഡിയോ. അജുവിന് പറയാൻ കുറേ കഥകളുണ്ട്. അത് കേൾക്കാൻ നല്ല ശ്രോതാക്കളായി സരിതയും കൂടെ ഞങ്ങളും. മാനസികോല്ലാസം തരുന്ന ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അടുത്തത് രാജഗോപാൽ കെ. ദൂരദർശൻ കുറിച്ച് പറഞ്ഞപ്പോൾ പഴയകാല ഓർമ്മ വന്നു. 1985 നവംബർ 1 മലയാള സംപ്രേഷണം ആരംഭിച്ചത്. 1992 ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത് വരെ ദൂരദർശൻ മാത്രമായിരുന്നു ശരണം. പ്രമോദ്, ഹേമലത, രാജേശ്വരി മോഹൻ, മായ, ബാലകൃഷ്ണൻ എന്നിവരായിരുന്നു ആദ്യകാല വാർത്താ വായനക്കാർ. ചിത്രഗീതം പോലെ അന്നത്തെ ജനപ്രിയ പരിപാടികളിൽ ഒന്നായിരുന്നു പ്രതികരണം, കത്തുവായന. പ്രതികരണം ഇപ്പോഴും നിങ്ങൾ തുടരുന്നതിൽ സന്തോഷം. അടുത്തത് നിഷ PV. അജു സരിത, നിങ്ങളുടെ വീഡിയോ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലാണ് കാണുക. അപ്പോൾ വീഡിയോ കേൾക്കാൻ മാത്രമുള്ളൂ.
ബട്ട് അജു പറയുന്നതെല്ലാം ഞാൻ വിഷ്വലായി കാണും, ഒരു സിനിമ കാണുന്ന പോലെ ഞാൻ കാണും. അടുത്തത് മിനി കുഞ്ഞൻ. ഇതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ ഞാൻ കാണുന്നത്, പരസ്പരമുള്ള നിങ്ങളുടെ സ്നേഹം കാണാൻ എന്ത് രസമാണെന്നോ. നീ ഇങ്ങനെ മുടി കെട്ടിയിട്ട് കാണാൻ നല്ല രസമുണ്ട് എന്ന് അജു പറഞ്ഞപ്പോൾ സരിതയുടെ മുഖത്തെ സന്തോഷം നേരത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. സരിതയുടെ ഡ്രസ്സ്, ഇതാണ് ഭർത്താവ്, ഇതാവണം ഭർത്താവ്, അല്ലാതെ ഭാര്യ ഡ്രസ്സ് ഇട്ടോ ഇല്ലയോ ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, ഞാനിട്ടു എനിക്കത് മതി എന്നാണ് ഇവരുടെ ഭാവം. എൻ്റെ അനുഭവമാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ ഇന്ന് ആരോ അയച്ചു തന്നിട്ടുള്ളത്, ഒരു പെൺകുട്ടി കടയിൽ നിന്നിട്ട് ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഒരു ഡ്രസ്സ് മാറി വരികയാണ്, കണ്ടില്ലേ, ഡ്രസ്സ് മാറി വരികയാണ് ഭർത്താവിൻ്റെ അടുത്ത്, ഈ ഡ്രസ്സിൻ്റെ ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ഭർത്താവിൻ്റെ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടാ? നല്ല രസമുണ്ട്. അങ്ങനെ കുറേ കാര്യം ഈ ഡ്രസ്സിനെ പറ്റിയിട്ട് ചോദിച്ച് ഒരു 5-10 ചോദ്യങ്ങൾ ചോദിച്ചു പെൺകുട്ടി. എന്നിട്ട് ഭർത്താവ്, ഇത് ഞാൻ വീട്ടിൽ നിന്നിട്ട് വന്ന ഡ്രസ്സിന് ഇത് അതുപോലും കണ്ടിട്ടില്ലേ? അതൊക്കെ ചേട്ടന് മനസ്സിലാവട്ടെ, അതൊക്കെ ചേട്ടൻ ഇതിപ്പം രാവിലെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാവും, അപ്പോഴാവും വന്നിട്ട് പറയാ എനിക്ക് കുളിക്കായിരുന്നില്ലേ, ഞാൻ കുളിച്ചു, എന്നിട്ട് അപ്പം നീ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഇത്ര നേരം ഇട്ടോടുന്നത്, അപ്പം കുളിച്ചിട്ട് അത് തന്നെയാണോ ഇട്ടേന്ന് ചോദിക്കും ചേട്ടൻ. ഞാൻ ഇട്ടോടുന്നത് വേറെ ഡ്രസ്സായിരുന്നു എന്ന് പറയും. പക്ഷേ തുണിക്കടയിലൊക്കെ പോയിട്ട് മാറാണ്ട് അതന്നെ ഇട്ട് വന്നാൽ ചേട്ടന് മനസ്സിലാവും ഇല്ലേ? അയാൻ ഡ്ലഫി നേരത്തെ പറഞ്ഞ ഷോർട്സ് ആണ് കേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി പറഞ്ഞത് ഷോർട്സ് വീഡിയോ ആണ്. വേലായുധേട്ടൻ ഒരു പാവമായിരുന്നേലും പട്ടാളമായിരുന്നു. യുദ്ധത്തിന് പോയത് ശത്രുക്കളെ വകവരുത്താനാണേലും പോയ വഴിക്ക് ഇറയത്ത് കസേര ഇട്ടിരിക്കുന്ന ആള് TV-യിൽ കാണുന്നത് ശ്രദ്ധിച്ചു. മധുമോഹന്റെ സീരിയൽ 6 മണിക്ക് കാണേണ്ടത് കൊണ്ട് ഹിന്ദി പറഞ്ഞുകൊണ്ട് വന്നവരെ വാർത്ത കാണാൻ സമ്മതിച്ചില്ല. അന്തോണിയേട്ടൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ സലവൻ്റെ വീട്. അപ്പോൾ വേലായുധേട്ടൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് നേരെയിരുന്നു. ജോണിയേട്ടൻ ഹിന്ദി പറഞ്ഞത് ആർക്കും ഒരു ചുക്ക് മനസ്സിലായില്ല. അതായത് ജഗ്ഗുവിൻ്റെ യൂണിഫോം തയ്ക്കാൻ കൊടുക്കണേൽ വർഷക്കാലത്ത് തോട്ടിൽ മീനുള്ളതുകൊണ്ട് വേലായുധേട്ടന് കുപ്പി കിട്ടും. ചൂണ്ടയിടാൻ അറിയുന്ന ഭാഗ്യം തുരുതുരെ മീൻ പിടിച്ചു. ദേ നോക്കിയ സരിത മത്തങ്ങ. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? എന്തൊരു ഭാവന അല്ലേ? ഭാവന ചേട്ടൻ പറഞ്ഞതെല്ലാം കൂട്ടിച്ചേർത്ത് ആ വീല് പരിപാടിക്ക് എഴുതിയ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് അല്ല, മനസ്സിലാവില്ല ആൾക്കാർക്ക്? മനസ്സിലാവും. അടുത്ത് ഷഫീഖ് വേൾഡ്. നമസ്കാരം. എൻ്റെ ഉപ്പയും ടൈലറാണ്. ഒരു 40 വർഷത്തോളം ദുബായിൽ ഷോപ്പായിരുന്നു. ഇപ്പോൾ നാട്ടിലാണ്. ഇപ്പോഴും വീട്ടിലൊരു ന്യൂ മെഷീൻ മേടിച്ച് ചെറിയ ടൈലറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജോണിയുടെ 82 വയസ്സ് കഴിഞ്ഞൂടാ, ഞാൻ ചോദിച്ചു മിഞ്ഞാന്ന്. അപ്പം 82 വയസ്സ് കഴിഞ്ഞു, ആൾ കൂളായിട്ട് ഇപ്പോഴും ടൈലറിങ് നടത്തുന്നു. ഒരു പ്രവാസി 4:51 ചില സമയത്ത് അജുവിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തൂക്കിയെടുത്ത് കോൾപ്പാടത്തേക്ക് എറിയാൻ തോന്നും. ചിലപ്പോൾ നിഷ്കളങ്കത കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു കടി കൊടുക്കാൻ തോന്നും. എന്താ ചെയ്യുക? രണ്ടും വേണ്ട അല്ലേ, രണ്ടും അപകട. BGS നായർ. അജു ഞാൻ കൂർക്ക എക്സ്പേർട്ടാ. അപ്പോൾ സരിത, ചേട്ടൻ മണ്ടനായി അഭിനയിക്കുന്നതാണോ? മണ്ടന്മാർ പലതരമുണ്ട്. 1 കപടമണ്ടൻ, അറിയാമെങ്കിലും അറിയാത്തതുപോലെ നടിക്കുന്നവൻ. 2 നാട്യമണ്ടൻ, മനഃപൂർവ്വം മണ്ടത്തരം അഭിനയിക്കുന്നവൻ. അതന്നെയല്ലേ മുന്നത്തെയും. 3 കള്ളമണ്ടൻ, ഉള്ളിൽ ബുദ്ധി ഉള്ളവനായിട്ടും പുറത്ത് മണ്ടനായി കാണിക്കുന്നവൻ. ഒക്കെ സെയിം ആണല്ലോ. 4 ചാണക്യമണ്ടൻ, തമാശയായി ബുദ്ധിയുള്ളവനായിട്ടും പുറത്ത് മണ്ടനായി കാണിക്കുന്നവൻ. ചാണക്യമണ്ടൻ, തമാശയായി തന്ത്രത്തിനായി മണ്ടനായി അഭിനയിക്കുന്ന ബുദ്ധിമാൻ. ഇതിൽ അവസാനം പറഞ്ഞതാണ് അജുന്ന്. ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം ഒരേപോലെയാ, ബുദ്ധി ഉണ്ടായിട്ടും മണ്ടനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം, ആരാണ് ഞാൻ? ലാസ്റ്റത്തെയാണ്. അടുത്തത് ഉഷ ഷാജി. പോസ്റ്റ്മാൻ പറഞ്ഞതുപോലെ പണ്ട് ഓപ്പൺ കാർഡ് ഉണ്ടായിരുന്നു. പോസ്റ്റ്മാൻ എഴുത്തുകൾ കൊടുത്തു മതിയായി. അവസാനം ഈ കാർഡ് മാത്രമായി. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്, അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും അപ്പം പിന്നെ എനിക്കാണോ സുഖമില്ലാത്തത് എന്നും പറഞ്ഞ് കാർഡ് വലിച്ചു കീറിയത് പോലെയാണ് അജുവിൻ്റെ കാര്യം. സരിതയുടെ വളം ഇടുന്ന് കണ്ടിട്ട് പറയുന്നത്. അതേത് സിനിമയിലത്തെ ഡയലോഗാ അത്? ഈ ഇന്ദ്രൻസ് ഈ പോസ്റ്റ് കാർഡ് ഉണ്ടല്ലോ, അപ്പുറപ്പുറം നമുക്ക് എഴുതി കാണാം. ഇവിടെ എനിക്ക് സുഖം, അവിടെയും എല്ലാവർക്കും സുഖം തരും, ഇത് കൊണ്ടു നടക്കണം എനിക്കാണോ സുഖം എന്ന് പറഞ്ഞിട്ട് അത് കീറി കളയും. അടുത്തത് സജിത സുബി. അജുവേട്ട, സരിത, ജഗ്ഗു കൃഷി
വയലും വീടും, കൃഷി, പറമ്പ് കിളച്ച് വൃത്തിയാക്കൽ, തടമൊരുക്കൽ, വളമിടൽ, മണ്ണ് മൂടൽ, കമ്പോസ്റ്റ് കുഴി നിറയ്ക്കുക, തൈകൾ നടൽ, വിളവെടുപ്പ്, ഗപ്പി വളർത്തൽ, പിന്നെ രണ്ടുപേരുടെയും കഥ അവലോകനം, ചർച്ചകൾ, പഴയകാല സ്മരണകൾ, സരിതയുടെ ഹെയർ സ്റ്റൈൽ സൂപ്പർ. വീഡിയോയിൽ എന്തൊക്കെ വീഡിയോയിൽ ഉണ്ടോ അതെല്ലാം പറഞ്ഞു. റോജി ജെയിംസ്, സുപ്രഭാതം. നിങ്ങളുടെ പഴയകാല പരിചയക്കാരുടെ കഥകൾ കേട്ടപ്പോൾ ഞാനും പഴയകാലത്തിലേക്ക് പറന്നുപോയി. ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ശരിയാണ്. സന്ധ്യ, നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. തോമസ് മംഗലം, നമസ്കാരം ഉണ്ട് കേട്ടാ. ടൈലറിന്റെ കഥ അല്ലേ, എനിക്ക് മനസ്സിലായി. തയ്യൽക്കാരനും ആനയും ഒരുപാട് കേട്ടിരിക്കുന്നു. എന്തുട്ട് എക്സസൈസ്, കയ്യിലെ കാശ് കൊണ്ടുപോയി കൊടുത്ത് അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ഡയറ്റ്, അതിനായി വേറെ കാശ് ചെലവ്, ഇഫേർട്ട് വേറെയും. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ ഇവിടെ അതൊക്കെ ഒരു തരം ഷോയാണ്. വർക്കൗട്ട് ചെയ്യാനുള്ള ഡ്രസ്സ് ഡെയിലി ഓരോ കളർ മാറി മാറി ഇടും. എക്സസൈസ് ചെയ്യേണ്ട പകുതി സമയം വട്ടം കൂടി ഇരുന്ന് പുതിയ ഡ്രസ്സിൻ്റെ വർണ്ണന. ജിമ്മിലെ ഇൻസ്ട്രക്ടർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഫീസ് മാസാമാസമല്ല, ചേരുമ്പോൾ തന്നെ കൊടുക്കണം. ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തെ. പിന്നെ അയാൾക്ക് എന്താ, കാശ് കിട്ടിയാൽ പോരെ. എല്ലാ ജിമ്മും അങ്ങനെയാവണമെന്നില്ല കേട്ടോ ചേട്ടാ. നമ്മുടെ ഇഷ്ടം, ഒക്കെ നമ്മൾ വിചാരിക്കണം. പിന്നെ ഡ്രസ്സ് മാറി മാറി ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ടീഷർട്ട്, ഒരു ബനിയൻ, റൗണ്ട് നെക്കായിട്ടുള്ളൊരു ബനിയൻ, ഒരു പാൻറ്റാ, അതിനിപ്പോൾ ആ ഡ്രസ്സിനെ കുറിച്ച് വർണ്ണിക്കാനൊന്നും ഉണ്ടാവില്ല. ഒരു നോർമൽ ഡ്രസ്സായിരിക്കും. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ഇടുന്ന പോലത്തെ ഫംഗ്ഷൻ വെയർ, പാർട്ടി വെയർ ഡ്രസ്സൊന്നും ഇട്ടിട്ടൊന്നും എല്ലാവരും ജിമ്മിന് പോവുക ഡ്രസ്സിനെ കുറിച്ച് വർണ്ണിക്കാൻ. ഓമന രാമദാസ്, പ്രസന്നൻ എൻ്റെ നാട്ടുകാരനാണ്. അജു പറ വളരെ ശരിയാണ്. പനമുക്കല്ലേ വീട്? ലതാ മോഹൻ, ചേട്ടൻ മണ്ടനെ അഭിനയിക്കുന്നതാണെന്ന് സരിതയുടെ ചോദ്യത്തിന് ഏയ് അല്ല എന്ന അജുവിൻ്റെ മറുപടി. ഞങ്ങളുടെ നാട്ടിലൊരു ചാണ്ടിച്ചേട്ടൻ ഉണ്ടായിരുന്നു, തയ്യലായിട്ട് ഇരിക്കുന്നത്. അതും ഏതാണ്ട് 100 വയസ്സ് വരെ ആയിട്ടും തയ്ക്കുന്നുണ്ടായിരുന്നു. തയ്യൽ മെഷീൻ്റെ പുറത്ത് കമിഴ്ന്ന് കിടന്നാണ് തയ്ച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും പുള്ളി തയ്യൽ നിർത്തിയിട്ടില്ല. അജു പഴങ്കഥകൾ പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അവിടെയുള്ള എല്ലാ കഥാപാത്രങ്ങളും എൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും ജീവിച്ചിരുന്നത് ഒരേപോലെ തന്നെയാണല്ലേ. നാട് മാറിയാലും മനുഷ്യരുടെ ജീവിതചര്യ മാറുന്നില്ല, എല്ലാം ഒന്ന് തന്നെ. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ആളുകളുടെ പേര് മാത്രം മാറണുള്ളൂ, ബാക്കിയൊക്കെ സെയിമാ. ഇനി കാലഘട്ടങ്ങളൊക്കെ മാറിയാലും ഇങ്ങനെ തന്നെ പോവത്, ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ അല്ലേ. നമ്മൾ പുരാണങ്ങൾ വായിക്കുമ്പോൾ മഹാഭാരതത്തിൻ്റെ ഒക്കെ കഥ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചതന്ത്രം കഥകൾ, അങ്ങനത്തെ ഓരോ കഥകളോ അല്ലെങ്കിൽ കുറേ വർഷം മുന്നത്തെ വായിക്കുമ്പോഴും അവസ്ഥയും മനുഷ്യൻ്റെ സ്വഭാവം ഇതൊക്കെ സെയിം തന്നെ. ഇപ്പോഴായാലും കാലം മാറിയാലും സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചൊക്കെ ഇതായാലും ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മാറുന്നില്ല. ആളുകളുടെ പേര് മാത്രം മാറുന്നു. ശരിക്കും ഒരു ലൂപ്പ് പോലെ അല്ലേ. അടുത്ത് ഫ്രീ മൈൻഡ്, പണി നടക്കുന്നില്ല, സംസാരം മാത്രമേ നടക്കുന്നുള്ളൂ. സരിത ഇരിക്കുകയാണ്, ജോലി ചെയ്യുന്നില്ല. ആ പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കൂടെ സരിതയ്ക്ക്? സരിത ആവശ്യത്തിന് മാത്രം പണിയെടുത്താൽ മതി. അടുത്തതേ നമ്മുടെ ഉള്ളിലേഖത്തിനെ പറ്റിയിട്ട് ഒരു കമന്റ് ആണ് കേട്ടോ, അത് വായിക്കാണ്ട് പറ്റില്ല. കുട്ടൻ സീക്ക, ജുവേട്ടാ ഇത് മാസമുറ കറക്റ്റ് അല്ലാത്തതും അതിനോടനുബന്ധിച്ചുള്ള അസ്വസ്ഥതകൾക്കും വളരെ ഫലപ്രദമാണ്, റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പീരീഡ്സിന്റെ അല്ലേ. അയ്യോ എൻ്റെ അടുത്ത് ഒരു കുട്ടി വോയിസ് ഇട്ടിട്ടുണ്ട്, മോൾക്ക് ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വയറുവേദന, അതിനൊക്കെ നല്ലതാണോന്ന്. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല. അതിനെനിക്കറിയില്ല. പീരീഡ്സ് റെഗുലർ അല്ലാത്തവർ ഇത് കഴിച്ചിട്ട് കറക്റ്റായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വോയിസ് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് എടുത്തേട്ടാ. അടുത്ത് ആർട്ട് എറ, അജു ചേട്ടൻ എത്ര തിരക്കും വെപ്രാളവും കാണിച്ചാലും ആദ്യം മോനും പിന്നെ ഭാര്യയ്ക്കും കൊടുത്ത ആ മനസ്സ് കാണാതെ പോകരുത്. അതെ. സതീഷ് പി, സരിതേ ചിരി അടക്കി വെക്കണ്ട, ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ഉറക്കെ ചിരിക്കുക, ആ ചിരി കേട്ട് ഞങ്ങളും സന്തോഷിക്കുന്നു. ശിവദാസ് അമ്പലപ്പറ്റ, അജുവിൻ്റെ വടാപ്പാവ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ചിരിച്ചു പോയി. ഒരു വല്ലാത്ത ആവേശം വന്ന പോലെയായിരുന്നു. ഈ വടാപ്പാവിന് ഇന്ന് ഞാൻ കൊല്ലും എന്ന പോലെ തോന്നി. ബോണ്ട പോലെ ഉണ്ടാക്കിയത് ബോംബ് പോലെ ആയത് കണ്ടപ്പോൾ ചിരിച്ച് മണ്ണ് കപ്പി. എന്തായാലും വടാപ്പാവ് സൂപ്പറായി. അതിനിടയിൽ ഇമ്രാന്റെ സ്ലോ മോഷൻ കണ്ടപ്പോൾ ചിരിച്ചു. അടുത്തത് ശിവറാണി സുരേന്ദ്രൻ, ഹായ് അജു, സരിത, ജയ്. മുംബൈയിലും ഡൽഹിയിലും പോയപ്പോഴൊക്കെ വടാപ്പാവ് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. ഇവിടെ കാലിക്കറ്റിൽ കിട്ടും, കഴിക്കണം. നിങ്ങൾ എല്ലാവരെയും വലിയ ഇഷ്ടമാണ് കേട്ടോ. സ്റ്റേ ബ്ലസ്ഡ് ഡിയേഴ്സ്. ഉഷ ഷാജി, സരിത ടീച്ചർ എത്ര പറഞ്ഞിട്ടും അജൂസ് എന്ന കുട്ടി കേട്ട ഭാവമില്ല. അടുത്തത് രാജ്കുമാർ, ഗുഡി പഡ്വായുടെ ആഘോഷങ്ങളുടെ ഭാഗമായി മറാഠ മണ്ഡൽ എന്നൊരു സംഘടന എറണാകുളത്ത് ഭക്ഷ്യമേളകൾ നടത്താറുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി വടാപ്പാവ് കഴിക്കുന്നത്. കാലഘട്ടം 1980-കൾ.
നിങ്ങൾ കാരണം പണ്ടത്തെ നല്ലൊരു ഓർമ്മ കൂടി ഇന്ന് പൊടി തട്ടിയെടുത്തു. അടുത്തത് ശ്രുതി പ്രദീപ് VK. എൻ്റെ പൊന്ന് സരിതേച്ചി, എൻ്റെ വീട്ടിലെ സെയിം അവസ്ഥ. എൻ്റെ കെട്ടിയോന് കാര്യം വേഗം നടന്നാൽ മതി. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണോ വൃത്തിയുണ്ടോ എന്നൊന്നും നോക്കില്ല. ചോദിച്ചാൽ പറയും തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ എന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് പെർമനൻ്റ് ആവും എന്നർത്ഥം. എനിക്കാണെങ്കിൽ അതിഷ്ടമല്ല. ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യണം. അതെന്നെ മോളെ, ഇത് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് ഇങ്ങനെ പോട്ടെ എന്ന് പറയും ചേട്ടൻ. പക്ഷെ അത് താൽക്കാലികം, പക്ഷെ പെർമനന്റ് ആയിരിക്കും. വൃത്തിയൊക്കെ ഉണ്ട് ചേട്ടൻ. വിമല, അജൂസ് ഫാമിലി മെമ്പേഴ്സ്, സരിതേ ഈ വീഡിയോ വൈകുന്നേരമായി കണ്ടപ്പോൾ ഞാൻ ചിരിച്ച് ചത്തുകുട്ടിയെ. എന്തൊരു മനുഷ്യൻ ഈ സഹോദരൻ. വെപ്രാളം കണ്ട ആദ്യം ഞാൻ വിഷമിച്ചു, പിന്നെ ചിരിച്ച് മണ്ണ് കപ്പി. എനിക്കാണെങ്കിൽ പല്ലുവേദന, എന്നിട്ടും ചിരിച്ചുപോയി. ഒടുവിൽ ഈ പലഹാരം എങ്ങനെയുണ്ട്? സരിത പണ്ട് കഴിച്ചതല്ലേ? അജുബ്രോയുടെ ചോദ്യം. സരിതയുടെ റിപ്ലൈ, ദൈവമേ എൻ്റെ പല്ലുവേദന എങ്ങോട്ട് പോയി, ഇന്ന് എനിക്ക് ചിരിക്കാൻ ഇത് മതി. വടാപ്പാവ് കേട്ടിട്ടുണ്ട്, ഇതൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, കഴിയുന്നവർ ചെയ്യൂ, താങ്ക്സ്. വാങ്ങിച്ചു കഴിക്കാൻ പറ്റും. ഇപ്പൊ ബംഗാളികൾ അവരെ ബോംബെക്കാരൊക്കെ വന്നിട്ട് ഇവിടെ പല സ്ഥലത്തും വാങ്ങിച്ചു കഴിക്കാൻ തോന്നില്ല അവരുടെ. ഇതിലേ നല്ല ഹോട്ടലുകൾ കിട്ടൂട്ടാ. അല്ല, ഞാൻ വടാപ്പാവിന്റെ വാങ്ങിച്ചിട്ടുള്ള ബെന്നില്ലേ, അത് അങ്ങനത്തെ ബെന്നല്ലേ വേണ്ട. നമുക്കത് കിട്ടാത്ത കാര്യം നമ്മൾ സാധാരണ നമ്മൾ വാങ്ങിക്കണ ഇവിടെ കിട്ടുന്നത് വെച്ചത് മാത്രം. ഹൈലൈറ്റ് മാളിൽ നിന്ന് കിട്ടുന്നിട്ട് കമന്റ് ഉണ്ടല്ലോ. നമ്മൾ സാധാരണ സ്വീറ്റ് ബണ്ണ് ഉപയോഗിച്ചാണ്, അതല്ലാന്ന് ഉപയോഗിക്കണ്ടേ. വടാപ്പാവിന്റെ പാവുണ്ട്, അതാണ് അടിപൊളി. നമുക്ക് ഇതെല്ലാം കിട്ടിയല്ലോ, അന്വേഷിച്ചില്ലല്ലോ അത് കിട്ടുമെന്ന്. നമ്മളതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നേ കൂട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ല. ഇപ്പൊ ചേട്ടൻ പറയാണ് നമുക്ക് വടാപ്പാവ് ഉണ്ടാക്കിയാലോ. അപ്പം അതിൻ്റെ സാധനങ്ങൾ എന്തുട്ടൊക്കെയാണ് വേണ്ടതെന്ന് 2-3 യൂട്യൂബ് വീഡിയോകൾ ഇരുന്ന് കാണും. എന്തുട്ടൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ എഴുതിയെടുക്കും. എന്നിട്ട് പോകുന്നു, വാങ്ങിക്കുന്നു, പോയി ഏറ്റവും അടുത്തുള്ള കട ഏതാണോ അവിടെ പോകുന്നു, കിട്ടുന്ന സാധനങ്ങൾ വാങ്ങുന്നു, ഉണ്ടാക്കും. അല്ല, അത് ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് അടുത്ത നമുക്ക് വീഡിയോ എടുക്കാന്നുള്ള പരിപാടി ഒന്നും ഇല്ല. ചെന്നായിരിക്കേണ്ട, അതാണ് തുടക്കം. നമ്മുടെ കുക്കിംഗ് ചാനലൊന്നല്ലല്ലോ, എന്റർടൈൻമെന്റ് അല്ല. എന്റർടൈൻമെന്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പരീക്ഷണം നിങ്ങൾ കാണണം. അപ്പോഴാണ് അതിൽ തമാശയ്ക്ക് വകയുണ്ടാവുള്ളൂ. ആഷിക്ക്, ടെൻഷൻ അടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ ബെന്നുമായിട്ട് വന്ന് ചിരിപ്പിക്കുന്നത്. അത് അടിപൊളി. ടെൻഷൻ അടിച്ചിരിക്കണവരെ കുറേ ടെൻഷൻ റിലീഫിനുള്ളതാണ് നമ്മുടെ വീഡിയോ. അടുത്തത് ബിന്ദു ധർമ്മരാജ്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. വടാപാവ് അടിപൊളിയാണ്. മുംബൈയുടെ ദേശീയ ഭക്ഷണമാണ്. പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും ഇഷ്ടപ്പെട്ട ഫുഡ്. വിലയോ തുച്ഛം. 15 രൂപ ആയിരുന്നു, ഇപ്പോൾ 20 രൂപയായി. ഞങ്ങൾ വിശക്കുമ്പോൾ സ്നാക്സ് ആയി കഴിക്കുന്നത് വടാപാവാണ്. അടുത്ത് ടൂൺസ് മാജിക്. മധുരമില്ലാത്ത പാവാണ് ഉപയോഗിക്കുന്നത്. ഗുജറാത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. കമ്പനിയിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങും. പിന്നീട് നടന്നു വരുന്ന വഴിയിലെ കടയിൽ നിന്നും വടാപാവ് ധാരാളം കഴിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വേറെ. ശ്രുതി ഗിരീഷ്, അജേട്ടാ എന്തിനാ ഇത്ര വെപ്രാളം? കണ്ടിട്ട് നെഞ്ചുവേദന എടുക്കുന്നു. ലൈറ്റ് പോകുമെന്ന് പേടികൊണ്ടാണെങ്കിൽ ഇത്തിരി നേരത്തെ തുടങ്ങിയാൽ പോരെ. വടാപാവ് സൂപ്പർ. വിഷമം വിചാരിക്കല്ലേ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒരു വിഷമവും ഇല്ല മോളെ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മാത്രം. പിന്നെ നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലേറ്റ് പോയാൽ എന്താ കുഴപ്പം? നമ്മൾ കാശ് കൊടുത്ത് മറ്റേ ലേറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് എടുത്ത് വെച്ചാൽ പോരെ. നാച്ചുറൽ വെളിച്ചം പോയാലും നമ്മൾ എത്രയോ വീഡിയോകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. രാത്രികളിൽ നമ്മൾ വീഡിയോ എടുക്കാറുണ്ട് ലേറ്റ് വെച്ചിട്ട്. നിങ്ങളെല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വർഷമായെന്നോ നിങ്ങളുടെ വീഡിയോ കാണുന്നു. ഒരു എപ്പിസോഡ് പോലും ഞാൻ മിസ് ചെയ്യില്ല. നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാകില്ല. നിങ്ങൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞാൻ പഴയ വീഡിയോ ഇരുന്ന് കാണും. അടുത്ത് മല്ലിക എസ്. അജു, സരിത രണ്ടുപേരുടെയും ഡ്രസ്സ് നന്നായിട്ടുണ്ട്. അജുവിനെ പോലെ ഒരു സഹോദരനെ കിട്ടുന്നവർ ഭാഗ്യമുള്ളവരാണ്. നല്ല ഇഷ്ടം. അടുത്തത് ലതാ മോഹൻ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ് സരിതയെ. ഒരാൾ സ്പീഡാണെങ്കിൽ മറ്റേയാൾ സ്ലോ ആയിരിക്കും. ജീവിതം ബാലൻസ് ചെയ്തു പോകാൻ ദൈവം തന്നെ അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതാണ്. ഇവിടെ ഞാൻ അജുവും എൻ്റെ ഹസ് സരിതയുമാണ്. എനിക്കെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അത് നന്നായാലും നന്നായില്ലെങ്കിലും. നേരെ ഓപ്പോസിറ്റാണ് പുള്ളി. എത്ര സമയം എടുത്താലും നല്ല ഭംഗിയായി ചെയ്തു തീർക്കും. ഞാൻ ചൈനക്കാരെ പോലെയാണ്. ജഗ്ഗു പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കിലുക്കത്തിൽ ഇന്നസെന്റ് നിൽക്കുന്ന പോലെ ഇത് കുറെ കണ്ടിട്ടുള്ളതാ എന്ന മട്ട്. അടുത്തത് സിജോ സോണി. എന്തിനാ ഇത്ര വെപ്രാളം എന്ന് നിങ്ങൾ ചോദിച്ചു. എന്നിലെ അജു, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിശന്നിട്ട് വയ്യ. അകത്തേക്ക് വിടാൻ വേറെ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഇതിൽ കൈയിട്ട് വാരി വായിലിടാൻ ഒന്നും ഇല്ല താനും. പിന്നെ ഇതിന്റെ ടേസ്റ്റ് പെട്ടെന്ന് അറിയണ്ടേ. ആ സരിതയ്ക്കും ജഗ്ഗുവിനും കൊടുത്തിട്ടേ കഴിക്കാനും പറ്റൂ. അപ്പൊ കുറച്ച് വെപ്രാളൊക്കെ ആകാം. നിങ്ങൾ അങ്ങ് അത് ക്ഷമിക്കി. മനോഹരമായ കമന്റ്. അതെ, ചേട്ടന്റെ മനസ്സ് കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഗോപാൽ
സുമ ചേച്ചി കേട്ടാ. ഇന്നത്തെ വീഡിയോ ഇമ്രാൻ കൊണ്ടുപോയി. ഇടയ്ക്കൊക്കെ ഇമ്രാൻ ചാർലി എപ്പിസോഡ് വേണം. ദേ രണ്ടുപേരും നമ്മുടെ കാലിന്റെ അവിടെ വന്ന് കിടക്കുന്നു. വട കുറച്ചുകൂടി ചെറിയ സൈസ് ആക്കായിരുന്നു. മുംബൈയിൽ ദേശീയ ഭക്ഷണമാണ് വടാപ്പാവ്. ഞാൻ മുംബൈ വരുമ്പോൾ 30 വർഷം മുമ്പ് 2 രൂപയായിരുന്നു. ഇപ്പൊ അത് 15 തൊട്ട് 20 രൂപ വരെയായി. 500 രൂപയുള്ള വടാപ്പാവ് കിട്ടും. ഇപ്പൊ കിട്ടും 5 സ്റ്റാർ ഹോട്ടലിൽ. റോഡിൽ സ്റ്റാൾ 15 രൂപയാണ്. ജോലിക്ക് പോകുന്ന എല്ലാവർക്കും ആശ്രയം വടാപ്പാവാണ്. എന്തോ ഞാൻ കഴിക്കാറില്ല, വളരെ ചുരുക്കം തവണ. ഒന്നും കഴിക്കാൻ കിട്ടാത്ത സിറ്റുവേഷനിൽ മാത്രം കഴിക്കും. വട വീട്ടിലുണ്ടാക്കും. വട ഇഷ്ടമാണ്. ബട്ട് പാവ് അതുപോലെ അൺഹെൽത്തി ആയ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. എന്തോ എനിക്ക് ഇഷ്ടമല്ല. പാവിന്റെ കൂടെ ഇനിയും റെസിപ്പീസ് ഉണ്ട്. പാവ് ഭാജി, മിസൽ പാവ്, ഡബേലി, കീമ പാവ്, മസാല പാവ്. ഞങ്ങൾ മുംബൈക്കാർ ശരിക്കും ഞെട്ടി മാമ. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, മുംബൈയിൽ നിന്ന് വന്നൊരു ചേട്ടൻ മൊബൈൽ വാങ്ങിപ്പോയില്ലേ. സുധാരേട്ടൻ വടപാവ് ചെയ്ത് തന്നുണ്ട് നമുക്ക്. ആള് 2 വീഡിയോ ചെയ്തിട്ടാണ് പോയത്. അത് മീൻ്റെ ഒരെണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ മറ്റേത് ചെയ്തിട്ടുണ്ട് വടപാവാണോ ഓർമ്മയില്ല. സുധാകരേട്ടൻ വന്ന് മുംബൈയിൽ നിന്നല്ല, കോയമ്പത്തൂർ, ബോംബെയിലായിരുന്നു ആള് പണ്ട്. അടുത്ത വായിച്ചു. ഐ റിമെമ്പറിങ് ദാറ്റ് വീഡിയോ. ഇതിന്റെ കൂടെ മുളക് ഫ്രൈ ചെയ്ത് വട പാവിന്റെ കൂടെ കടിച്ചു തിന്നണം. ആക്ച്വലി പാവ് വേറെയാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ബണ്ണ് പാവ് ആൻഡ് ബണ്ണ് ആർ ഡിഫറെന്റ്. ഇവിടെ കിട്ടില്ല, അവിടെ കിട്ടില്ല എന്ന് തോന്നുന്നു. എനിവേ എൻജോയ്. ഇവിടെ കിട്ടും തോന്നുന്നുണ്ട്. മറ്റേ ലുലു അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കിട്ടും തോന്നുന്നുണ്ട് പാവ്. അടുത്ത് ഷമോദ് KP. സത്യത്തിൽ ഞാൻ 2 ദിവസം മുന്നേ ആലോചിച്ചതേ ഉള്ളൂ വടാപ്പാവ് നിങ്ങളോട് ഉണ്ടാക്കാൻ പറയണമെന്ന്. അപ്പോഴേക്കും വന്നു ആ ജ്യൂസ് വേൾഡിൽ. എന്താ മനപ്പൊരുത്തല്ലേ. 7 കൊല്ലം ഉണ്ടായിരുന്നു മുംബൈയിൽ. ദിവസം ഒരു നേരമെങ്കിലും കഴിക്കും. എനിക്ക് ഇഷ്ടമാണ് വടാപ്പാവ്. അടുത്തത് സിന്ധു CK. I was wondering why your video on Vada Pav didn't come after you visited Mumbai. Finally, you nailed it. Super. I like Sarda's comment about Ajayatan. All true and blunt. ലതാ മോഹൻ. എൻ്റെ പൊന്നു മുതലാളി, ഞാൻ ചെടിയുടെ ഇടയിലൂടെ ഊർന്നു കയറി നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ബോംബെക്കാരുടെ ഉണക്കറൊട്ടി തിന്നാനായിരുന്നോ എന്നിമ്രാൻ. നിങ്ങൾ ബോംബെക്കാരുടെ UK കാരുടെ ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കി. എനിക്കൊരിച്ചിരി മീൻചാറും ചോറും ഉണ്ടാക്കി അല്ല പിന്നെ. അടുത്തത് യുണൈറ്റഡ് ടയേഴ്സ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ അജുവിനും എനിക്കും ഒരേ അനുഭവങ്ങളാണല്ലോ. 1985 മുന്നേ ജനിച്ചവർക്ക് അന്ന് ബുദ്ധിമുട്ടിയാലും ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇരട്ടി മധുരിക്കുന്ന അനുഭവമാണ്. ആ കാലഘട്ടമാണ് ഇന്നത്തെക്കാളും സന്തോഷം നിറഞ്ഞത്. അതെന്താ അജു അങ്ങനെ ഒന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കുമോ? അതായിരിക്കാം അല്ലേ. ഈ വിഷയം ഒരു പഠന വിധേയമാക്കണം. അജുവിനെ കൊണ്ടേ അത് പറ്റൂ. അത് ഒരു ഉത്തരം കിട്ടാത്തൊരു സമസ്യ എന്ന് പറയില്ലേ. ആ കാലഘട്ടം എന്ത് രസമായിട്ടുള്ള കാലഘട്ടമായിരുന്നു നമ്മൾ ജീവിച്ച കാലഘട്ടം. നിഷ്കളങ്കമായ കാലഘട്ടം, നിഷ്കളങ്കമായ നാട്ടിൻപുറങ്ങൾ അല്ലേ. അന്ന് അത്യാവശ്യം നല്ല കുശുമ്പും കുരുട്ടും വഴക്കും അലമ്പൊക്കെ നടക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും പ്രതികാരം വെച്ച് നടന്ന് എന്തെങ്കിലും ചെയ്യലുണ്ടായിരുന്നില്ല അല്ലെ അന്നാരും. നമുക്ക് എന്തും കാണാമായിരുന്നു. അടുത്ത് ഗില്ലി ബോസ് എവർ. ഒരു ചട്ടി ചാള വെച്ചിട്ട് നാളെ കഴിക്കാൻ എന്നൊക്കെ പറയുന്നത് കേട്ട് ആ ചട്ടിയെങ്കിലും നാളെ കാണാൻ കിട്ടുമോ എന്തോ. ചട്ടി ഉണ്ടായിരുന്നു. ചട്ടി ഞാൻ ഇന്നലെ കഴുകി വെച്ചു. റെജി പോൾ സി സെന്റ് മേരീസ് ഹൈസ്കൂൾ. സരിത എന്തു കുറ്റം കാണുന്നു എങ്കിലും എനിക്ക് അജുവിനോട് സ്നേഹമാണ്. ചിരി നിറഞ്ഞു കവിയുന്ന വീട്. എൻ്റെ ദുഃഖം കുറയാനും ചിരിക്കാനും സാധിക്കുന്നു. രാസി ലുലു. അജു പറഞ്ഞ പോലെയാണ് വീട്ടിൽ ഉമ്മച്ചി ചെയ്തിരുന്നത്. വിളക്ക് കത്തിക്കൽ ഒരു രസമാണ്. ഞങ്ങൾ കുറേ മക്കൾ, ഓരോന്നും ഓരോ വയസ്സിനും 2 വയസ്സിനൊക്കെ മൂത്തത് ഓർ ഇളയതൊക്കെയാണ്. 1-2 വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. ഒരു ടേബിൾ ചുറ്റുമാണ് എല്ലാവരും ഇരുന്ന് പഠനം. കാറ്റ് വന്ന് വിളക്കെങ്ങാൻ കെട്ടുപോയാൽ അത് കത്തിക്കാൻ പോകുന്നതാണ് വിറ്റ്. ഒരാൾ പോയാൽ പോരെ, ബട്ട് അത് ആരും സമ്മതിക്കില്ല. ഒരു വിളക്കിൽ എല്ലാവരും കൂടി പിടിക്കും, എന്നിട്ട് കത്തിക്കാൻ പോകും. കത്തിച്ചു വരുമ്പോൾ ഇടയ്ക്ക് ആരുടെയെങ്കിലും ശ്വാസം തട്ടി അത് വീണ്ടും കെടും. പിന്നെയും തിരിച്ചു നടക്കും. അതിനിടയിൽ കറണ്ട് വന്നാൽ ആർപ്പൊളിക്കും. അതൊരു കാലം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് അതൊക്കെ ഓർത്ത് ചിരിക്കാറുണ്ട്. അജു, അങ്ങനത്തെ സംഭവം ആർക്കും ഉണ്ടാവില്ല. അങ്ങനത്തെ ഓർമ്മകള്. മണ്ണെണ്ണവിളക്കേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കാലഘട്ടം നമുക്ക് മധുരിക്കുന്ന ഓർമ്മകളാണ്. മണ്ണെണ്ണ വിളക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടല്ലോ. അപ്പൊ വല്ലപ്പോഴും കറണ്ട് പോകുമ്പോഴാ കത്തിക്കുക. അപ്പൊ ഒരു സന്തോഷാ. വിളക്കിന്റെ ചുറ്റായിരിക്കും നമ്മൾ പിള്ളേര് ഓരോ കടലാസും കഷ്ണം അതും ഇതൊക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് ഈ വിളക്കം ഇരുന്ന് കത്തിച്ചിരിക്കുക. പിന്നെ ഈ വിളക്ക് ഇങ്ങനെ കത്തണതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ, ഇപ്പൊ വിളക്ക് ഇവിടെ വരെ അതിന്റെ തിരി ഇങ്ങനെ കത്തുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വിരലിങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടാ പൊള്ളില്ലേ. അങ്ങനെയൊക്കെ. പിന്നെ ഈ നിലത്ത് പ്രാണികളൊക്കെ ചെത്തുണ്ടാവും. മറ്റുള്ള കടലാസിലാക്കിയിട്ട് അതിന്റെ മുകളില് ആ പ്രാണിനെ വെച്ചിട്ട് ചെമ്മീൻ കാണിച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കണ്ട തന്നെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നല്ലേ.
അടുത്തത് സബ്ന അഷ്റഫ്. പഴയ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോയ പോലെ തോന്നി. പണ്ട് വൈകുന്നേരമായ വിളക്കൊക്കെ തുടച്ച് മണ്ണെണ്ണ ഒഴിച്ച് വെക്കും, അതൊരു പതിവായിരുന്നു. അതുപോലെ അറക്കപ്പൊടി നിറച്ച് വെക്കുന്നതും വിറകടുപ്പ് കത്തിക്കുന്നതും ഒക്കെ ഓരോ ഓർമ്മകളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന സ്റ്റൗ വാങ്ങി അതിലും ഫുഡ് ഉണ്ടാക്കിയിരുന്നു. ഇന്ന് ഗ്യാസ് സ്റ്റൗ, കറണ്ടിൽ ഉപയോഗിക്കുന്നതൊക്കെയായി. ഒരിക്കലും മറക്കാത്ത ആ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു പോയി. താങ്ക് യു അജു ചേട്ടാ, സരിത. വിറകിൻ്റെ ക്ഷാമം വന്നു, മണ്ണെണ്ണ കിട്ടാത്ത ഒരു മണ്ണെണ്ണ കൂടുതൽ നമുക്ക് ആവശ്യം വന്ന ടൈമിലായപ്പോൾ ഈ അറക്കപ്പൊടി അടുപ്പ് വീടുകളുണ്ടായത്. ആ സമയത്ത് അറക്കപ്പൊടി അടുപ്പിൻ്റെ ഒരു സാധനം സെറ്റാക്കി തരും. എന്നിട്ട് അത് മറ്റേ ഇത് വെച്ചിട്ട് ഇടിച്ച് അറക്കപ്പൊടി ഇഷ്ടം പോലെ കിട്ടുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ അത് അതിൻ്റെ മരക്കമ്പനികളിൽ നിന്ന് കിട്ടും. ഇവിടെയൊക്കെ നിറച്ച് മരക്കമ്പനികളാ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കണ്ട, അമ്മയ്ക്ക് നോക്കണ്ട, അത് ലാസ്റ്റ് അതിൻ്റെ അടുപ്പത്താണ്ട് മുകളിലാണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ശ്രദ്ധിക്കണ്ട. അങ്ങനെ എന്തെല്ലാം ഓർമ്മകളാണെന്നറിയൂ അടുപ്പിനെ കുറിച്ചിട്ട്. അടുത്ത് ജീനാനാഥ്. ഉണ്ടാക്കിയ കറി തന്നെ വീണ്ടും കാണിച്ചാൽ ശരി, ഞങ്ങൾക്ക് മടുക്കില്ല, കാരണം നിങ്ങളുടെ രസത്തോടെയുള്ള സംസാരം കേൾക്കാനാണ് ഇഷ്ടം. ഇത് നീ കേൾക്കണ്ടാണ്. ശ്രീരഞ്ജിനി. വീട്ടിൽ തൊണ്ട് ഓർ ചിരട്ട വെക്കും, അതിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കും, അതിൻ്റെ മുകളിൽ വിറക് അടുക്കി വെച്ച് തീപ്പെട്ടി ഉരച്ച് വെക്കും. ഇല്ലെങ്കിൽ ഓലയും ചിരട്ടയും ഓർ തൊണ്ട് വെച്ച് കത്തിച്ചിട്ട് വിറകിന് മുകളിൽ വെക്കും. അങ്ങനെയാണ് ഓർമ്മ. പിന്നെ അറക്കപ്പൊടി അടുപ്പ്, അതും ചേട്ടന്മാർ തലേദിവസം തന്നെ ഇടിച്ച് നിറച്ച് വെക്കും. ഒരു വിറകും വെക്കും. അമ്മയ്ക്ക് പിറ്റേ ദിവസം വെളുപ്പിനെ വേഗം ആഹാരം പാകം ചെയ്യാൻ വേണ്ടി. എങ്കിലേ മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും സമയത്തിന് സ്കൂളിൽ പോകാൻ പറ്റൂ. അതുപോലെ അമ്മ പറയുമായിരുന്നു, നോക്ക് ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ കത്തുന്നതെന്ന്. അതെല്ലാ അടുപ്പുകൾക്കും ഒരേ സ്വഭാവമല്ലേ, എല്ലാ വിറകിനും ഒരേ സ്വഭാവമല്ലേ, എല്ലാം കഴിയുമ്പോൾ അടിപൊളിയായിട്ട് കത്തും. അടുത്തത് ബിനോയ് സി പി. നടുവിന് ഫ്രാക്ചറായി 2 മാസം വിശ്രമിച്ചപ്പോൾ നേരം പോക്കിനായി കണ്ടത് ജഗതിയുടെ കോമഡിയും അജൂസ് വേൾഡും. അടുത്തത് ലക്ഷ്മിക്കുട്ടി നായർ. എൻ്റെ അജുമോനെ, നീ ഒരു സംഭവം തന്നെ, കീപ് ഇറ്റ് അപ്പ്. അനിത രവീന്ദ്രൻ. നമ്മൾ പാചകം കാണാനല്ല, നിങ്ങളുടെ സംസാരം കേൾക്കാനായിട്ടാണ് വീഡിയോ കാണുന്നത്. മഞ്ജു എം ഡി. ഇപ്പോൾ ആളുകൾ പറഞ്ഞ് സരിത പറയുന്നത് കുറച്ച് കേട്ട് ചെയ്യുന്നതിനോട് സരിതയ്ക്ക് നല്ല സന്തോഷമാണ്. ഇതല്ല അജു ഏട്ടാ നമുക്ക് വേണ്ടത്. നല്ല ഹാപ്പി വീഡിയോ. മീനിടണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ അനുസരിച്ചതാവും. സാധാരണ ചേട്ടൻ അനുസരിക്കാറില്ല, പക്ഷെ അനുസരിച്ചു. സുഹറ സൽമാൻ. സരിതേച്ചി എന്തിനാ നാണിക്കണേ, വെറൈറ്റിക്ക് വേണ്ടി ചേട്ടൻ 2 ചിമ്മിണി വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ. മീന ശ്രീധരൻ. എൻ്റെ വീട്ടിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കറണ്ടുണ്ട്. കറണ്ട് പോകുമ്പോൾ മണ്ണെണ്ണ വിളക്ക് കത്തിക്കും, പിച്ചള വിളക്ക്. ഓട് വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, ടെറസിലാണെങ്കിൽ പുക പിടിക്കും. ഓരോ വീഡിയോയും പഴയ കാലത്തേക്ക് കൊണ്ടുപോകും അജു. അടുത്തത് നെവിൻ ഫെർണാണ്ടസ്. ഒരു ചട്ടി ചാളക്കറി വെച്ചിട്ട് അജു ചേട്ടൻ നാളെ വരെ കാത്തിരിക്കുമെന്ന് സരിതയോ അജൂസ് വേൾഡിൻ്റെ സ്ഥിരം പ്രേക്ഷകരോ കരുതുന്നുണ്ടോ? ഞാൻ മുമ്പ് ഒരു കമൻറ്റിൽ എൻ്റെ സുഹൃത്തിൻ്റെ കള്ളുകൂടിയനായ അമ്മാവനെ പറ്റിച്ച കഥ പറഞ്ഞിരുന്നു. അതിൽ കള്ളുകുപ്പി കണ്ട അമ്മാവൻ്റെ അവസ്ഥയായിരിക്കും അജു ചേട്ടൻ്റേത്. അതിൽ അമ്മാവന് കുപ്പി കണ്ടാൽ അത് തീരുന്നവരെ ഉറക്കം വരില്ല, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോയി ഒഴിച്ചു കുടിച്ചുകൊണ്ടേയിരിക്കും തീരുന്നവരെ. ഇന്ന് രാത്രി അജു ചേട്ടൻ സോമനാംബുലിസം ബാധിച്ച പോലെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ അടുക്കളയിലേക്ക് പോയി വരുന്ന അജും സരിതയും ഉറങ്ങാതിരുന്നാൽ കാണാം. പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടിയിടണം. ഇന്നത്തെ വീഡിയോയുടെ ലൈറ്റിങ്ങും അതിൻ്റെ ആംബിയൻസും പൊളി. ഇതാണ് ദ റിയൽ കുടിൽ പാചകം. ഈ ഒരെണ്ണാണിട്ടാ ഞാൻ എടുക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ പാവം തോന്നില്ലേ നമുക്ക്. പറഞ്ഞേക്ക് വന്നിട്ട് അടച്ചില്ലേ, ക്യാമറ ഓഫാക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറയും ഒരെണ്ണം കൂടി ഞാൻ എടുക്കണ്ടിട്ടാ. എന്നിട്ട് തുറന്നിട്ട് എടുക്കാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇപ്പം തന്നെയല്ലേ ചേട്ടാ പറഞ്ഞു, 5 മിനിറ്റ് പോലും ആയിട്ടില്ലല്ലോ, ഇന്ന് എനിക്ക് ഒരെണ്ണ വേണ്ട, എനിക്കിനി വേണ്ട, ഞാൻ നാളെ തിന്നുള്ളൂന്ന് പറഞ്ഞ വാക്കിനൊരു 5 മിനിറ്റ് പോലും ചേട്ടൻ ആ വാക്ക് ഒരു ഇതില്ലേ ചോദിച്ചു. അപ്പോൾ എടുത്തില്ല. ശരി ഞാൻ നാളെ ഇനി എടുക്കണുള്ളൂ എന്ന് പറഞ്ഞു. റഹീന. ഇപ്പോൾ നല്ല ചാള കിട്ടും സത്യം. അതെ, സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് മണ്ണെണ്ണ അടുപ്പിലൊഴിക്കാൻ ഉമ്മമാരൊന്നും സമ്മതിക്കില്ല. കാരണം അന്ന് കറണ്ട് ഇല്ല. ഒരു 4 വിളക്കെങ്കിലും കത്തിക്കേണ്ടി വരും. വിളക്കിന്റെ വെട്ടത്തിലാണ് പഠിക്കാനിരിക്കുക. മൂക്കിന്റെ ഉള്ളിലൊക്കെ കരി പിടിച്ചിട്ടുണ്ടാവും. വല്ല ചമ്മലയോ ഓലക്കൊടിയോ ഒക്കെ വെച്ച് തീ പിടിപ്പിക്കും. അതൊക്കെ ഒരു കാലം. ഗീതമ്മ സുഭാഷ്. അജുവായിട്ട് എല്ലാ വീഡിയോയിലും അമ്മയെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയും. പിന്നെ നെവിൻ ഫെർണാണ്ടസ്. അജു ചേട്ടനാണ് താമരശ്ശേരിയിലെ തീറ്ററപ്പായി. തൃശ്ശൂരിൻ്റെ പഴയ തീറ്ററപ്പായിലേക്കുള്ള പരകായ പ്രവേശം കാണാൻ 32:11 പോവുക. ഡോക്ടർ സരിതയും പ്രേക്ഷകരും താമരശ്ശേരിയിലെ യഥാർത്ഥ യക്ഷിയെ തിരിച്ചറിഞ്ഞ ആ നിമിഷം. 32:23 ഞാനല്ല കൂടുതൽ കഴിക്കുക അവരാന്ന്. ആ ഡയലോഗും അന്നേരത്തെ മുഖഭാവവും. ബിന്ദു അജി. ഒരു സഹായം ചെയ്യാറില്ല ഇവിടുത്തെ ചേട്ടൻ. വർക്ക് ഏരിയയിലാണ് വിറകടുപ്പ്. അടുക്കളയിൽ നിന്ന് ഒന്നിറങ്ങാൻ കയ്യൊഴിവുണ്ടാവില്ല. അപ്പം ഞാൻ പറയും ഇതുവരെ അടുപ്പ് കത്തിച്ചിട്ടല്ല, വേകുന്നിടത്ത് വെച്ച് ഞാൻ ഇന്ന് അടച്ചിടും എന്ന്. ഇത് കേൾക്കുന്ന ദിവസം ഇപ്പോൾ അജു കത്തിക്കുന്ന പോലെ വേഗത്തിൽ അടുപ്പ് കത്തിക്കും. കാരണം
ജയ അരിയ നല്ല വേവാണ്, ചേട്ടൻ ചോറ് നല്ലോണം വേവണം. അപ്പൊ നല്ല പണിയാ. ജിഷ KV, അയ്യോ സരിത, ഞാൻ ഇന്നലെ കൂടി എൻ്റെ മകളോട് പണ്ട് അടുപ്പ് കത്തിക്കുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ സരിത പറഞ്ഞ പോലെ അറക്കപ്പൊടി നിറച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുക. ഞാൻ 8ാം ക്ലാസ്സിലായത് മുതൽ അടുപ്പിൽ അറക്കപ്പൊടി നിറയ്ക്കുന്നത് എൻ്റെ ജോലിയായിരുന്നു. തലേന്ന് രാത്രി അറക്കപ്പൊടിയൊക്കെ ഇടിച്ച് നിറച്ച് വെക്കും. വീട്ടിൽ 5-6 പശുക്കളുള്ളതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പണിത്തിരക്കായിരിക്കുമല്ലോ. പിന്നെ കല്യാണം കഴിയുന്നത് വരെ ആ ഡ്യൂട്ടി ഞാൻ ചെയ്തു. കല്യാണം കഴിഞ്ഞിട്ട് 27 വർഷം. ഇവിടെ വന്നപ്പോൾ വിറകടുപ്പിലായിരുന്നു പാചകം. ഇപ്പോൾ അറക്കപ്പൊടി കാണാനേ ഇല്ല. അതൊക്കെ ഒരു നല്ല ഓർമ്മകൾ. ഇപ്പം അറക്കപ്പൊടി രുചിയാണ്. അറക്കപ്പൊടി മരക്കമ്മിയിലൊക്കെ കുറഞ്ഞില്ലേ. വിജയലക്ഷ്മി P, സരിതയെ ഞങ്ങൾ അജു ചെയ്യുന്ന പോലെ ചാരം ചിരട്ടയിലിട്ട് മണ്ണെണ്ണ ഒഴിച്ചാണ് തീപിടിപ്പിക്കുന്നത്. സരിത പറഞ്ഞതാണ് ശരി, കുറച്ച് വറക്കുന്നതാണ് നല്ലത്. കുപ്പിയിലും തിരിയിട്ട് കത്തിച്ചിട്ടുണ്ട് സരിതയെ. അജു നേന്ത്രപ്പഴവും ചോറും കഴിച്ചു എന്ന് പറഞ്ഞ് നാണം കെടുത്തണ്ട. എന്തായാലും അജു വിശന്നിരിക്കില്ലേ എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ ഒരു ദിവ പറഞ്ഞായിരുന്നു, പ്രതികരണ പരിപാടിക്ക് ഇരിക്കുമ്പോൾ കണ്ണാടി വെച്ചിരിക്കുക, അതൊരു ഭംഗിയാണ്, നല്ലത് മാത്രം വരട്ടെ. കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിരുന്നു എന്നാ. പ്രതികരണ പരിപാടിക്ക് കണ്ണാടി വെച്ചിട്ടുണ്ട്, കണ്ണട വെച്ചിട്ടുണ്ട്. ജിജോ ജോസ്, നിങ്ങൾ ഇങ്ങനെ പരസ്പരം കളിയാക്കിയും ഒരുമിച്ച് കുക്ക് ചെയ്തും ഫ്രണ്ട്സിനെ പോലെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ പ്രവാസികളായ എന്നെപ്പോലുള്ള ചിലർക്ക് അസൂയുണ്ടാവും. നമുക്കൊക്കെ കുറച്ച് മിനിറ്റ്സ് വീഡിയോ കോൾ മെസ്സേജ് അതിൽ കഴിഞ്ഞു. കഷ്ടല്ലേ. അപ്പം നിങ്ങൾ എന്തിട്ട് ചെയ്യാം? മിസ് ചെയ്യുമ്പോൾ എന്തിട്ട് ചെയ്യാല്ലേ? ടർക്കിഷ്, തള്ളുമ്പോൾ കുറേശ്ശെ തള്ളു. ഈ അജു എന്തായാലും അമേരിക്കയിൽ ഉണ്ടാവില്ല എന്ന് അവർക്ക് അറിഞ്ഞുകൂടെ, പിന്നെ എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകും? അല്ല, അജു ഇല്ലേ എന്ന് പറയുമ്പോ, അതായത് ആ ചേട്ടന്റെ ആ ചേച്ചിയുടെ ഭർത്താവ് വീഡിയോ കാണാറില്ലേ, ഭാര്യയെ കാണാം. അപ്പൊ ഭാര്യയെ കണ്ടിട്ട് നമ്മുടെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ എന്തിട്ടേലും ഭർത്താവിനോട് പറയും. അപ്പൊ അജു ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ ഭർത്താവ് വിചാരിക്കും മോന്റെ കാര്യം പറഞ്ഞു വരുന്നത്. പിന്നെ പറഞ്ഞു വരുമ്പോഴാണ് മനസ്സിലാവാ അജൂസ് വേൾഡിലത്തെ അജുവിനെ പറ്റിയിട്ടാണ് ഈ പറയണേ എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ആയപ്പോൾ ആള് എടുത്തു ചോദിക്കുന്നു, ഏത് അജുവിന്റെ കാര്യം പറയണത്, നമ്മുടെ മോനാണോ അതോ അജൂസ് വേൾഡാണോ ചോദിക്കും. അതാട്ടാ. ലതാ മോഹൻ, ഞാൻ 70-ൽ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ടും പൈപ്പും ഷവറും എല്ലാം ഉണ്ടായിരുന്നു. ഓ പണക്കാരിയല്ലേ. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ജനനത്തോടെ സലീം കുമാർ പറയുന്ന പോലെ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ സ്വാഭാവികമായി വേർപിരിഞ്ഞു. അയ്യോ, വെള്ളിക്കരണ്ടിയും ലൈറ്റും ഷവറും സ്വാഭാവികമായി നഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അതേ ചിമ്മിണി വട്ടത്തിലായിരുന്നു ജീവിതം. പഠിക്കാൻ മിടുക്കരായതുകൊണ്ട് അമ്മയ്ക്ക് മണ്ണെണ്ണ അധികം വാങ്ങി കാശ് കളയേണ്ടി വന്നില്ല. അടുത്ത ആനി, ഗുഡ് മോർണിംഗ്, ഫിഷ് കറി ലുക്സ് വെരി ടേസ്റ്റി. ഷാൾ വി സേ വെയിറ്റ് ആൻഡ് സീ ഇഫ് ദർ വിൽ ബി ഫിഷ് ലെഫ്റ്റ് ഓവർ. ഇറ്റ്സ് ഓക്കെ, മെയ്ഡ് വിത്ത് ലവ്, നൈസ് നൊസ്റ്റാൾജിക് സീൻ, വെരി കാം ബാക്ക്ഗ്രൗണ്ട് നോയ്സസ്. മോളി സണ്ണി, ഞാൻ ഫസ്റ്റ് കാണുന്ന നിങ്ങളുടെ വീഡിയോ ഇതുവരെയും ഒരു മടുപ്പുമില്ല. ബാക്കി എല്ലാവരുടെയും കുറച്ച് കണ്ടു കഴിഞ്ഞ് മടുക്കും. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അജൂസ് എങ്ങനെയാ എന്ന് പറയും. അപ്പോൾ മക്കൾ പറയും അമ്മച്ചിയും ഉണ്ട് ഒരു അജൂസും ഉണ്ട് എന്ന് പറയും. ഇതൊന്ന് വായിക്കണം കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ അപ്പൊ നമ്മുടെ കാര്യം പറയുണ്ടാവും. വീട്ടിൽ ഇതുപോലെ കൊറേ പേരുണ്ട് കേട്ടാ. ചിലവര് കാണുമ്പോ എന്റെ ദൈവമേ, എന്റെ അമ്മയ്ക്ക് അഡിക്റ്റ് ആണ്. നിങ്ങളുടെ അഡിക്റ്റ് അമ്മ, നിങ്ങളുടെ കാര്യം പറയുള്ളൂ. എപ്പോ എല്ലാ വീഡിയോയിലത്തെയും കാര്യങ്ങൾ ഇരുന്ന് കണ്ടിട്ട് ഞങ്ങളോട് ഇരുന്ന് പറയലാണ് അമ്മയുടെ പണി എന്ന് പറയും. പ്രമീള കോമത്ത്, ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്തേക്ക് അജു കൂട്ടിക്കൊണ്ടുപോയി. എന്തൊരു നല്ല കാലമായിരുന്നു. ഇപ്പം നത്തോലിയും മത്തി ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഇന്നലെ നത്തോലി തോരൻ വെച്ചു. ഞങ്ങൾക്ക് കടപ്പുറത്ത് നിന്ന് ഐസ് ഇടാതെ നേരിട്ട് കൊണ്ടുവരും. ഉഷാ ഷാജി, ഞങ്ങളും ഇങ്ങനെ തന്നെയാണ് തീ പിടിപ്പിക്കുന്നത്. പിന്നെ അജുവിൻ്റെ പോലെ തന്നെയാണ് എൻ്റെ ചേട്ടൻ. ഭക്ഷണം മാത്രമല്ല, എനിക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല. അതന്നെ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പൊട്ടയാ. ഒരാളെ പോലെ എത്ര പേരുണ്ടാവും? കൊറേ പേരുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ കൊറേ പേരെ കെട്ടിയവന്മാരുണ്ട് ഇപ്പൊ ചേട്ടനെ പോലെ. മഞ്ജു മധു, ശരിക്കും സരിത കഴിക്കും പോലെയാണ് എൻ്റെ വീട്ടിലും എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലും. അജുവിനെ പോലെയാണ്. 5 ആൺമക്കളാണ്. രാവിലെ ഉച്ചയ്ക്കും രാത്രിയും കറി വയ്ക്കണം. 1 കിലോ ചാള വേണം ഒരു നേരം. അതാണ് അവസ്ഥ. ദീപ ലാലു, അറക്കപ്പൊടി നിറയ്ക്കുന്ന അടുപ്പ് എനിക്കും ഉണ്ടായിരുന്നു. പുതിയ വീട് വെച്ചതിന് ശേഷമാണ് ഞാൻ ആ അടുപ്പിന് ഉപേക്ഷിച്ചത്. വിറകിൽ തീ കത്തിക്കുന്ന ചിരട്ടയിൽ വെണ്ണീറിട്ട് മണ്ണെണ്ണ ഒഴിച്ചായിരുന്നു കത്തിച്ചിരുന്നത്. എങ്ങനെയായാലും എല്ലാവരെയും പഴയ ഓർമ്മകളിൽ അജു ചേട്ടൻ കൊണ്ടുപോകും. മറന്നു പോകുന്നതൊക്കെ വീണ്ടും ഓർപ്പിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ബിജു പൗലോസ്, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഒരു ലഹരി പോലെയായി. അതന്നെ,
എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ ആരോ മയക്കുമരുന്ന് അടിച്ച പോലെ. അപ്പോൾ നിങ്ങൾ ആ സമയം കടാകുമ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇത് വരും. 9 മണി വീഡിയോ കാണണം ഏതിൻ്റെ ഉള്ളിലായാലും. അങ്ങനെ പറയണേ വഴി നമുക്ക് ഭയങ്കര സന്തോഷാട്ടാ. ഒരു മിനിറ്റ്. അടുത്തത് റോഷ്നി. ഹായ്, ഗുഡ് മോർണിംഗ് അജു സരിത. കഴിഞ്ഞ വീഡിയോയിൽ അച്ഛന്മാരുടെ കഥ കേട്ടപ്പോൾ തികച്ചും സന്തോഷവും സങ്കടവും വന്നു. ഞാൻ ടി വിയിലാണ് നിങ്ങളുടെ വീഡിയോ കാണാറ്, അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ മെസ്സേജ് ഇടും. ചിലതൊക്കെ നിങ്ങൾ വായിക്കാറുണ്ട്. പിന്നെ അടുപ്പിൽ തീ കത്തിക്കുന്നത് കമൻ്റ് ഇടാൻ പറഞ്ഞപ്പോൾ ഇട്ടതാ. എൻ്റെ വീട്ടിൽ അടുപ്പിലെ ചാരം മുഴുവൻ എടുത്തു മാറ്റി അതിൽ തൊണ്ട് വെച്ച് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിൽ വിറക് വെച്ചാണ് കത്തിച്ചിരുന്നത്. എൻ്റെ മദറിൻലോ മണ്ണെണ്ണയ്ക്ക് പകരം ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കും തൊണ്ടിൻ്റെ മുകളിൽ. അതും നല്ല രീതിയിൽ കത്തും. പക്ഷെ ഇങ്ങനെ കത്തിച്ചപ്പോൾ എനിക്ക് നൊസ്റ്റാൾജിയ തോന്നി. ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ വീടിനോട് ചേർന്നായിരുന്നു അടുക്കള. എൻ്റെ വീടിനോട് ചേർന്നായിരുന്നു അടുക്കള. ആ അടുക്കളയിൽ താഴെയായിരുന്നു അടുപ്പ്. പിന്നെ ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട് പുതിയതായി പണിതു. അതിൽ കിച്ചൺ ഇപ്പോഴത്തെ പോലെ പൊക്കത്തിലായിരുന്നു. അത് തന്നെ ആണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ചിമ്മിണി പൊളിച്ചു കളഞ്ഞു. എൻ്റെ വീട്ടിൽ ചെമ്പിൻ്റെ വിളക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒറ്റ എണ്ണം പോലും ഇല്ല. ഇവിടെ പോയെന്ന് ആർക്കും അറിയില്ല. എനിക്കും കറണ്ട് ഇല്ലാത്ത ഓർമ്മയില്ല. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. കൊതുകടിക്കണു. ഈ സമയത്ത് കൊതുകൾ ഇറങ്ങും. കുറച്ച് ഒരു 7 മണി വരെ കമന്റുകൾ വായിച്ച് സരിതരെ വായ കളച്ചു. കേട്ടിരുന്നു ചേട്ടന്റെ ചെവിയും കളച്ചു. ഇല്ല ബോറടിച്ചാ? ഇല്ല. നിർത്താട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.